വീട് വയ്ക്കുന്നതിന് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആവശ്യമുണ്ടോ? നിങ്ങളെപ്പോലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ വീട് വയ്ക്കാൻ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരോട് സംസാരിക്കുന്നു, ഇത് ബഡ്ജറ്റിംഗ് ആയി ഇതൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരോട് എഗ്രിമെൻറ്റ് വയ്ക്കാറില്ലേ? എന്താണ് ഇവരുമായിട്ട് വയ്ക്കുന്ന ഒരു എഗ്രിമെൻറ്റ് എങ്ങനെയാണ്? രണ്ട് തരം ഭൂമിയുണ്ടെന്ന് പറഞ്ഞല്ലോ, ഡ്രൈ ലാൻഡും വെറ്റ് ലാൻഡും. അപ്പോൾ ഈ ഡ്രൈ ലാൻഡിലും വെറ്റ് ലാൻഡിലും നിങ്ങൾ ഫൗണ്ടേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ലാൻഡിലെ വെൽ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഇപ്പം ഈ പൈലിങ് ചെയ്യുന്നുണ്ടല്ലോ, ഇതിനകത്ത് ഈ വെൽ ഫൗണ്ടേഷനാണോ അത് പൈലിംഗ് ആണോ കുറച്ചും കൂടി പൈസ കുറവുള്ളത്? അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ചാനൽ കിട്ടും. അപ്പോൾ അതേസമയം നമുക്ക് 10,000-3000 രൂപ കൊടുത്താൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 സോഫ്റ്റ് ക്ലോസ് ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കരഭൂമിയിൽ വയ്ക്കുമ്പോഴത്തേക്കും കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഫോർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വളരെ എക്കണോമിക്കലായിരിക്കും. അതേസമയം ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഇത് ഞാനിങ്ങനെ ചുരുക്കി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മളൊരു മേശിരിയെ സമീപിക്കുമ്പോഴത്തേക്കും ആർക്കിടെക്റ്റും സ്ട്രക്ചറൽ എഞ്ചിനീയറും സിവിൽ എഞ്ചിനീയറും എല്ലാമായി മേശിരി തന്നെയായിരിക്കും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് സ്വന്തമായിട്ട് ഒരു വീടുണ്ടാവുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മുടെ സമ്പാദ്യത്തിൻ്റെ വലിയൊരു ശതമാനം കൂട്ടിവെച്ചിട്ടാണ് വീടിൻ്റെ പണി തുടങ്ങുന്നത്. വീടിൻ്റെ പണി തുടങ്ങി കുറച്ച് കഴിയുമ്പം പ്രശ്നങ്ങളും തുടങ്ങും. ഈ പ്രശ്നങ്ങൾ വീടിൻ്റെ പണി കഴിയുന്നത് വരെ ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ ബഡ്ജറ്റെല്ലാം താളം തെറ്റും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നത് എങ്ങനെ തടയാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് കേട്ടോ. എൻ്റെ കൂടെ ഉള്ളത് ബോൺ ബിൽഡേഴ്സ് ആൻഡ് കൺസൾട്ടൻസിൻ്റെ MD മിസ്റ്റർ ഷമീറാണ്. ഇവർക്ക് 20 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് തിരുവനന്തപുരം ജില്ലയിൽ ഈ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നമസ്കാരം. നമസ്കാരം. എന്താണ് ബോൺ ബിൽഡേഴ്സ് ആൻഡ് കൺസൾട്ടൻസ്? ബോൺ ബിൽഡേഴ്സ് ആൻഡ് കൺസൾട്ടൻസ് എന്ന് പറയുന്ന ഫേം 20 വർഷമായിട്ട് ട്രിവാൻഡ്രത്ത് പ്രവർത്തിക്കുന്ന ഒരു ഫേമാണ്. അതിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, കൊമേഴ്സ്യൽ ബിൽഡിംഗ് എന്നിവയുടെ കൺസ്ട്രക്ഷൻ വർക്കുകളും അതോടൊപ്പം തന്നെ കൺസൾട്ടൻസി വർക്കുകൾ, അതായത് പ്ലാൻ പ്രിപ്പറേഷൻ, സ്ട്രക്ചറൽ ഡിസൈൻ, ആർക്കിടെക്ചറൽ ഡിസൈൻ, 3D പോലെയുള്ള മറ്റ് കാര്യങ്ങൾ, ഒരു ബിൽഡിങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന വർക്കാണ് ബോൺ ബിൽഡേഴ്സ് ആൻഡ് കൺസൾട്ടൻസി ഇപ്പോൾ ട്രിവാൻഡ്രം ജില്ലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ആളുടെ സ്വപ്നമാണ് വീടെന്ന് പറയുന്നത്, ഒരുപാട് കാലത്തെ സ്വപ്നം. അപ്പോൾ ഒരു വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ ഒരു വീട് വയ്ക്കാൻ പോകുമ്പോഴത്തേക്കും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രോപ്പർട്ടി വാങ്ങുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോഴത്തേക്കും ഡ്രൈ ലാൻഡ്, വെറ്റ് ലാൻഡ് അങ്ങനെയാണ് നമുക്ക് ഭൂമിയെ തരംതിരിക്കാൻ പറ്റുക. കരഭൂമി അല്ലെങ്കിൽ വയൽ അല്ലെങ്കിൽ ചതുപ്പെന്ന് പറയുന്ന രീതിക്ക് വരുന്ന ഭൂമികൾ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കരഭൂമിയിൽ വയ്ക്കുമ്പോഴത്തേക്കും കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഫോർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വളരെ എക്കണോമിക്കലായിരിക്കും. അതേസമയം നമ്മൾ വെറ്റ് ലാൻഡിലേക്ക് പോകുമ്പോഴത്തേക്കും, അതായത് വയലിലോ ചതുപ്പിലേക്കോ പോകുമ്പോഴത്തേക്കും കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഫോർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി മോർ എക്സ്പെൻസീവ് ദാൻ കരഭൂമി, അതായത് സ്ലൈറ്റ്ലി മോർ എക്സ്പെൻസീവ് ദാൻ ഡ്രൈ ലാൻഡ് ആയിരിക്കും. നമ്മൾ ഭൂമി സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും കരഭൂമി സെലക്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ ഉചിതമായിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കരഭൂമി വാങ്ങാൻ പറ്റിക്കൊള്ളണം എന്ന് നമുക്ക് നിർബന്ധമില്ല. അങ്ങനെ വരുന്ന കേസുകളിൽ ഇപ്പം ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും, ഇപ്പോൾ ട്രിവാൻഡ്രത്തിനുള്ള ചില ഭാഗങ്ങളിൽ ക്രീമായിട്ട് വരുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് വെറ്റ് ലാൻഡേ കിട്ടത്തുള്ളൂ. പക്ഷേ അവിടെയുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത്രയും ക്രീമായിട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് സ്ഥലം വാങ്ങുന്നതിൽ തെറ്റില്ല. പക്ഷേ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ സ്ലൈറ്റ്ലി കൂടുതലായിരിക്കും എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലേക്ക് കടക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് നമ്മളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു ആർക്കിടെക്റ്റിനെയാണ് സമീപിക്കേണ്ടത്. ഒരു ആർക്കിടെക്റ്റിനെ സമീപിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിൽഡിംഗ് റൂൾ അനുസരിച്ച്, അതായത് കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾ അനുസരിച്ച് അവർ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് നമ്മളെ കാണിക്കും. അപ്പം നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ, അപ്പോൾ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് എന്താണോ അത് ആർക്കിടെക്റ്റുമായിട്ട് ഓപ്പണായിട്ട് ഷെയർ ചെയ്യുക. അത് ഷെയർ ചെയ്തതിന് ശേഷം അവരുമായിട്ട് ഡിസ്കഷൻസും പലതവണ റിവിഷൻസും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻ അതിൽ നിന്നും ക്ലിയർ ചെയ്തെടുക്കുക. ആ പ്ലാൻ ക്ലിയർ ആയതിനു ശേഷം നിങ്ങൾ ഒരു സിവിൽ എഞ്ചിനീയറെ സമീപിക്കുക. ആ സ്ഥലത്താണ് ബോൺ ബിൽഡേഴ്സ് ആൻഡ് കൺസൾട്ടൻസ് പോലെയുള്ള കമ്പനികൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ കണ്ടുവരുന്നൊരു രീതി എന്താണെന്ന് അറിയാം, ഒരുപാട് മേശിരിമാർ അവർ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ ഇവർ സ്വന്തമായിട്ട് വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്. അതിന് കുറേ കോംപ്ലിക്കേഷൻസും ഉണ്ടാവാറുണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു വീട് വയ്ക്കുന്നതിന് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആവശ്യമുണ്ടോ? ഷഫീഖ് ഉദ്ദേശിക്കുന്ന ചോദ്യത്തിന് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പ്രസക്തി എന്താണ് എന്നുള്ളതാണ് ഷഫീഖ് ചുരുക്കി ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ കമ്പനിയിൽ ഒരാൾ വരികയാണെങ്കിൽ എങ്ങനെയാണ് അത് വർക്കൗട്ട് ആവുന്നത് എന്നുള്ളതിനെപ്പറ്റി ബ്രീഫായിട്ട് പറയാം. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഞങ്ങളെ സമീപിക്കുകയാണ്, ഞങ്ങൾക്കൊരു വീട് വെക്കണമെന്ന് പറയും. അപ്പോൾ അവർ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടില്ല, വാങ്ങാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഞങ്ങൾ അവർ പ്രോപ്പർട്ടി വാങ്ങുന്നതിന് വേണ്ടി ഞങ്ങൾ അവരെ അസിസ്റ്റ് ചെയ്യാറുണ്ട്. അതിനുശേഷം അവരുടെ റിക്വയർമെൻറ്റ് ഞങ്ങളെ ചോദിച്ച് മനസ്സിലാക്കും. അതിനുശേഷം ഞങ്ങളുടെ ആർക്കിടെക്ട്സ് അവർക്ക് വേണ്ടിയുള്ള പ്ലാൻ പ്രിപ്പയർ ചെയ്ത് അവർക്ക് കൊടുക്കും.
ആ പ്ലാൻ വൺസ് അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനിടയിൽ അവർക്ക് ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ അവരുടെ റിവിഷൻസ് കാര്യങ്ങൾ അവർ നമ്മളോട് പറയും. നമ്മളതനുസരിച്ച് ഡ്രോയിങ്സ് റിവൈസ് ചെയ്ത് കൊടുക്കും. അതനുസരിച്ച് ശേഷം വൺസ് അവരുടെ പ്ലാൻ ഫ്രീസ് ആയതിനു ശേഷം നമ്മുടെ ഈ ഡ്രോയിങ്ങിന് സ്ട്രക്ചറൽ എഞ്ചിനീയർക്ക് കൊടുക്കും. നമ്മുടെ കമ്പനിയിലെ തന്നെയുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയർക്ക് കൊടുക്കും. അതിനുശേഷം ഈ സ്ട്രക്ചറൽ ഡ്രോയിങ് വൺസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിലെ സിവിൽ എഞ്ചിനീയേഴ്സ് ഈ ഡ്രോയിങ് പ്രോപ്പറായിട്ട് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യും, വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഇത് ഞാനിങ്ങനെ ചുരുക്കി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മളൊരു മേശിരിയെ സമീപിക്കുമ്പോഴത്തേക്കും ആർക്കിടെക്റ്റും സ്ട്രക്ചറൽ എഞ്ചിനീയറും സിവിൽ എഞ്ചിനീയറും എല്ലാമായി മേശിരി തന്നെയായിരിക്കും. മേശിരിക്ക് എത്രത്തോളം ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തർക്ക് കിട്ടുന്ന ഭാഗ്യം പോലെ ഇരിക്കുമെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ സമീപിക്കുന്നത് എപ്പോഴും മറ്റതിനേക്കാളും ബെറ്റർ ആയിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നമ്മളിപ്പോൾ ഒരു വീട് വെച്ച് തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ ഒരു വീട് വെച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഒരു ഗവൺമെൻറ് അതോറിറ്റിയിൽ നിന്ന് നമുക്കൊരു പെർമിറ്റ് കിട്ടും. അപ്പോൾ ഈ പെർമിറ്റ് കിട്ടുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാൻ പ്രകാരമായിരിക്കും ആ പെർമിറ്റ് കിട്ടിയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് ഈ പ്ലാൻ തന്നെയാണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ തറവായിട്ട് ഡിസ്കസ് ചെയ്യുക. അത് നിങ്ങളുടെ ആർക്കിടെക്ട്സുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുക. ആ പ്ലാൻ ഫൈനലാക്കുക. ആ പ്ലാൻ ഫൈനലാക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ബേസിക് പ്ലാൻ, അതായത് ഇൻറ്റീരിയേഴ്സിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബേസിക് കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ആ പ്ലാനിൽ ഫ്രീസ് ആക്കണം. അതുണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വളരെ വലിയ സ്ട്രക്ചറൽ മാറ്റങ്ങൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ബലത്തെയും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് എക്സ്പെൻസ് എന്നുള്ള ഒരു നിലയ്ക്കും അത് പോകാനുള്ള സാധ്യത വരും. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ബേസിക് പ്ലാൻ ഉൾപ്പെടെ ആദ്യത്തെ പ്ലാൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം സെറ്റ് ചെയ്യും. ആ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൺസ്ട്രക്ഷൻ കമ്പനികളെ ഏൽപ്പിക്കും. കൺസ്ട്രക്ഷൻ കമ്പനി ഏൽപ്പിക്കുമ്പോഴത്തേക്ക് നമ്മളെ ബഡ്ജറ്റ് ആദ്യം ഫിക്സ് ചെയ്യണം. ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിത് ലോണിലാണോ ചെയ്യുന്നത്, അതല്ല നമ്മൾ സ്വന്തം കാശ് കൊണ്ടാണോ ചെയ്യുന്നത്, അപ്പോൾ അത് എത്രത്തോളം, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് സ്വന്തം ക്യാഷ്, ഇത്ര പെർസെൻറ്റേജ് ലോൺ എന്നുള്ളൊരു നിലയ്ക്കായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആദ്യം ഉണ്ടാവണം. ആ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് ശേഷം ഇത് വർക്ക് എക്സിക്യൂഷനിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആണോ നമ്മൾ ആദ്യമേ BOQൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഫൈനലൈസ് ചെയ്യണം. ആ പ്രകാരം നമ്മളെ ടോട്ടൽ ബഡ്ജറ്റ് വിത്ത് കമ്പയർഡ് ടു നമ്മുടെ BOQ നോക്കുമ്പോഴത്തേക്ക് നമുക്കത് മാച്ച് ചെയ്ത് വരുന്ന രീതിക്ക് ആക്കിയതിന് ശേഷം വേണം നമ്മുടെ വർക്ക് മുന്നോക്കി കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീടിന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഇൻറ്റീരിയറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും അത് എന്തൊക്കെ വേണമെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം അല്ലേ? ഇല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. തീർച്ചയായിട്ടും നമ്മൾ ഇൻറ്റീരിയറിൻ്റെ പ്ലാനും തുടക്കത്തിലേ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു മുറി സെറ്റ് ചെയ്യുന്നു. അപ്പോൾ മുറിയിൽ നമ്മളൊരു സ്ഥലത്ത് ഡോറ് വെക്കുന്നു, ഇന്ന സ്ഥലത്ത് കട്ടിലിടാന്ന് തുടക്കത്തിലേ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ഉൾപ്പെടെ ആദ്യമേ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ ബാത്റൂമിൻ്റെ ഡോർ എവിടെ വരണം, കബോർഡ് എവിടെ വരണം, വിൻഡോസ് എവിടെ വരണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് സ്പെസിഫൈഡ് ആയിരിക്കും. അതേസമയം നമ്മൾ ഇൻറ്റീരിയർ പ്ലാൻ ചെയ്യാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊന്നും ഒരിക്കലും കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഇഷ്ടപ്രകാരമായിരിക്കും ഈ വിൻഡോസ് വെക്കുന്നത്. ഇൻറ്റീരിയർ ഡ്രോയിങ് വരയ്ക്കുമ്പോഴത്തേക്കും ഇത് അതിനൊരിക്കലും മാച്ച് ആവത്തില്ല, അത് സെറ്റ് ആവത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് പൊളിച്ച് പണിയേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും 2 ഡ്രോബാക്സാണ് അതിനകത്ത് വരുന്നത്. ഒന്ന്, കോസ്റ്റ് വൈസ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് നഷ്ടം വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രക്ചറലി നമ്മളൊരു സാധനത്തിനെ ഇടിച്ച് പൊളിച്ച് വീണ്ടും റീഅറേഞ്ച് ചെയ്യുന്നത് നമ്മളൊരിക്കലും അത്ര നല്ല പ്രവണതയല്ല. പിന്നെ നമ്മളങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ 2 കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് നമ്മളെപ്പോഴും ഇൻറ്റീരിയർ ഉൾപ്പെടെ തുടക്കത്തിലെ സെറ്റ് ചെയ്ത്, അത് ഒന്നുമില്ലെങ്കിലും പ്രിലിമിനറി ഇൻറ്റീരിയർ എങ്കിലും ചെയ്തു പോകണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്ന ബഡ്ജറ്റിൻ്റെ കേസ് വരുമ്പോഴത്തേക്കാണ്. ബഡ്ജറ്റ് എന്ന് പറയുന്ന സാധനം നമ്മളില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉടനെ അത്രയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നിടം വരെ ചെയ്തിട്ട് ഇൻറ്റീരിയർ ബാക്കി പിന്നീട് ഫ്യൂച്ചറിൽ ചെയ്താൽ മതി. പ്ലാനും കാര്യങ്ങളും തുടക്കത്തിലേ ഫിക്സ് ചെയ്ത് വെക്കണം എന്നുള്ള മാത്രമാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നിങ്ങളെപ്പോലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ വീട് വയ്ക്കാൻ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരോട് സംസാരിക്കുന്നു, ഇത് ബഡ്ജറ്റിംഗ് ആയി ഇതൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരോട് എഗ്രിമെൻറ്റ് വയ്ക്കാറില്ലേ? എന്താണ് ഇവരുമായിട്ട് വയ്ക്കുന്ന ഒരു എഗ്രിമെൻറ്റ്? എങ്ങനെയാണ് നമ്മൾ എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ടോപ്പ് ടു ബോട്ടം ഉള്ള എല്ലാ ഐറ്റംസും നമ്മൾ എഗ്രിമെൻറ്റിൽ ഉൾപ്പെടുത്തി അത് എങ്ങനെയാണ് ചെയ്യുന്നത്, അത് എന്തൊക്കെയായിരിക്കും അതിനകത്ത് ചെയ്യുന്നത്, അതിൻ്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ്, അതായത് ഒരു കോമൺ മാൻ, ഒരു സാധാരണ ഒരാൾക്ക് എന്താണോ മനസ്സിലാവുന്നത് ആ രീതിക്ക് അതിന് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്ന രീതിക്കുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. പിന്നെ അതിനകത്ത് സാധാരണ നമ്മൾ കോമൺലി കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെൻറ്റിനകത്ത് നമ്മളൊരു ക്ലോസ് വെച്ചിരിക്കും, ഈ എഗ്രിമെൻറ്റിൽ പറയുന്നതൊഴിച്ച് അല്ലെങ്കിൽ മേൽ പറയുന്നതൊഴിച്ച് ബാക്കി വേറൊരു കാര്യവും ചെയ്യുന്നതല്ല എന്നൊരു ക്ലോസ് അതിനകത്തുണ്ടാവും. എന്നിട്ട് എന്തൊക്കെ ചെയ്യത്തില്ല എന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും ആരും എഴുതി വെക്കാറില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം, ഒരു വീടിന് എന്തൊക്കെ റിക്വയർമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ലക്ഷറി വീടാണെങ്കിൽ അവർക്കിപ്പം വേണ്ട ഹൈ എൻഡ് സാധനങ്ങൾ തൊട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ബഡ്ജറ്ററി വീടാണെങ്കിൽ അവർക്കുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കർട്ടൻസ്
അല്ലെങ്കിൽ നമ്മളെ സ്റ്റൗ, ചിമ്മിനി, ഹോബ്, ഫോൾ സീലിംഗ്, കോമ്പൗണ്ട് വാള്, ഗേറ്റ്, സെപ്റ്റിക് ടാങ്ക്, ഇൻ്റർലോക്ക്, ഇതേപോലെയുള്ള ബിൽഡിങ്ങിന് പുറത്തുള്ള പണികൾ, ഇതേപോലത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ എഗ്രിമെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ഉറപ്പായിട്ടും അതിനകത്ത് ചെയ്യുന്നില്ല എന്ന് മെൻഷൻ ചെയ്ത് തന്നെ കൊടുക്കണം. പിന്നെ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ക്ലയൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എഗ്രിമെൻറ്റ് ചെയ്യുന്നതിൽ ക്ലയൻറ്റ് തന്നെ ചിന്തിച്ച് നോക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ വീടിന് വേണ്ടത്, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലോ ആ കാര്യങ്ങളുടെ സ്പെസിഫിക്കേഷൻ വ്യക്തമായിട്ട് ചോദിക്കുക, എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല, അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ റേറ്റ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ക്ലയൻറ്റും പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കൺസ്ട്രക്ഷൻ കമ്പനികൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് ഈ എഗ്രിമെൻറ്റിനകത്ത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ എഗ്രിമെൻറ്റിൽ നിങ്ങളൊരു ഇപ്പം കുറേ പ്രോഡക്റ്റുകൾ ഉണ്ടാവും. ഇപ്പം കർട്ടൻസ്, അതുപോലെ തന്നെ സാനിറ്ററി ഐറ്റംസ്, ഇതൊക്കെ ഓരോ ബ്രാൻഡായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഈ ചൂസ് ചെയ്യുന്ന ബ്രാൻഡ് തന്നെ ആയിരിക്കും നിങ്ങളവിടെ വെക്കൽ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ എഗ്രിമെൻറ്റിൽ തന്നെ പറഞ്ഞിരിക്കും ഇന്ന ബ്രാൻഡിലുള്ള ബ്രാൻഡ് എന്ന് പറയുന്നതിലുപരി നമ്മൾ എഗ്രിമെൻറ്റിൽ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഇത്ര പ്രൈസ് റേഞ്ചിലുള്ള സാധനം എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. ബോൺ ബിൽഡേഴ്സ് ആൻഡ് കൺസൾട്ടൻസ് എന്ന് പറയുന്ന കമ്പനി ഞങ്ങൾ എഗ്രിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചെയ്യുന്നത് ഇത്ര രൂപയുടെ, ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് 100 രൂപയുടെ ടൈൽസ് ഉപയോഗിച്ച് ചെയ്യുന്നു എന്നൊരു ഉദാഹരണം നമ്മൾ എഗ്രിമെൻറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ക്ലയൻറ്റിന് ഇഷ്ടമാണ് ഏത് ബ്രാൻഡ് സെലക്ട് ചെയ്യണമെന്നുള്ളത്. അവർ ഷോറൂമിൽ പോയി നോക്കുക, ഷോറൂമിൽ നമ്മളും അവരോടൊപ്പം പോകും. അവരോടൊപ്പം പോയതിനു ശേഷം അവർക്ക് വേണ്ട പോസിറ്റീവ്സ് നെഗറ്റീവ്സ് അതിനകത്ത് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ടൈൽസിൽ ഇപ്പം നമ്മൾ ലൈറ്റ് കളർ ഷെയ്ഡ് എടുക്കുകയാണെങ്കിൽ വെട്ടം ഉണ്ടാവും, അതല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നമുക്ക് ഡാർക്ക് ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്നുള്ള നമ്മുടെ കമൻറ്റ്സ് നമ്മൾ ക്ലയൻറ്റിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ക്ലയൻറ്റിന് ഇഷ്ടം അനുസരിച്ചിട്ടുള്ള സാധനം സെലക്ട് ചെയ്യും. ബ്രാൻഡ് അവരുടെ ഇഷ്ടത്തിനാണ് അവർ സെലക്ട് ചെയ്യുന്നത്, ക്ലയൻറ്റിന് ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം റേറ്റ് അനുസരിച്ച്, ഇപ്പോൾ റേറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 100 രൂപ എഗ്രിമെൻറ്റിൽ എഴുതി കൊടുത്തു, അപ്പോൾ ക്ലയൻറ്റ് 90 രൂപയുടെ സാധനമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ 10 രൂപ നമ്മൾ ടോട്ടൽ ബില്ലിൽ കുറച്ച് കൊടുക്കും. ഇനി ക്ലയൻറ്റ് 110 രൂപയുടെ സാധനമാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10 രൂപ സ്ക്വയർ ഫീറ്റിന് വേരിയേഷൻ ഉണ്ടാവുകയും ചെയ്യും. ഇതെങ്ങനെയാണ് നമ്മൾ എഗ്രിമെൻറ്റിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യം. ഇപ്പോൾ 2 തരം ഭൂമിയുണ്ടെന്ന് പറഞ്ഞല്ലോ, ഡ്രൈ ലാൻഡ്, വെറ്റ് ലാൻഡ്. അപ്പോൾ ഈ ഡ്രൈ ലാൻഡിലും വെറ്റ് ലാൻഡിലും നിങ്ങൾ ഫൗണ്ടേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഡ്രൈ ലാൻഡിലും വെറ്റ് ലാൻഡിലും നമ്മൾ ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, ഡ്രൈ ലാൻഡിൽ നമ്മൾ സാധാരണ ആൾക്കാർ 2 രീതിക്കാണ് ചെയ്യുന്നത്. ഒന്ന് RR മേസണറി മെത്തേഡിൽ, അതായത് റാൻഡറബിൾ മേസണറി പരമ്പരാഗത മെത്തേഡിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. RR മേസണറി മെത്തേഡിൽ RR മേസണറി ഫൗണ്ടേഷൻ ചെയ്ത് പോകുന്നൊരു രീതിയുണ്ട്. നമ്മൾ അതോടൊപ്പം തന്നെ ഇപ്പം ഈ റബിൾ കിട്ടാനുള്ള പ്രയാസം, അല്ലെങ്കിൽ റബിളിൻ്റെ അവൈലബിലിറ്റിയുടെ പ്രശ്നം കൊണ്ട് കോളം ബീം ഫൗണ്ടേഷനിലും ചെയ്യുന്നതും സാധാരണ, അതായത് നമ്മൾ കുട്ടിക്കോളം എന്ന് നമ്മൾ നാട്ടുഭാഷയിൽ പറയുന്ന ആ മെത്തേഡിൽ ചെയ്യുന്ന ഫൗണ്ടേഷൻസും നമുക്ക് ഫെമിലിയർ ആയിട്ട് നമുക്ക് കാണാൻ കുട്ടിക്കോളം എന്ന് പറയുന്നത് നമ്മുടെ ഈ മറ്റേ ഈ പാറയിട്ട് കിട്ടുന്ന അതാണ് നമ്മൾ റാൻഡറബിൾ മെസ്നറി എന്ന് പറയുന്നത്. പാറയിട്ട് കിട്ടുന്നതിനാണ് റാൻഡറബിൾ മെസ്നറി എന്ന് പറയുന്നത്. കുട്ടിക്കോളം എന്ന് പറയുന്നത് നമ്മളെ സ്റ്റീൽ വെച്ചിട്ട്, അതായത് RCC, അതായത് നമ്മൾ ആദ്യം ഒരു ഫൂട്ടിങ്ങിൽ നിന്ന് കോളത്തിൽ ചെയ്ത് കോളം പൊക്കി അതിനകത്ത് ഒരു ബീം വാർത്തിട്ട് ചെയ്യുന്ന മെത്തേഡിനാണ് കുട്ടിക്കോളം മെത്തേഡ്, അല്ലെങ്കിൽ അഥവാ കോളം ബീം മെത്തേഡ് എന്ന് പറയുന്ന സാധനം. ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ്, എല്ലായിടത്തും നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് തന്നെയാണ്. നമ്മൾ വലിയ ബിൽഡിങ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും പൈൽ ഫൗണ്ടേഷനിലേക്ക് പോയതിനു ശേഷം പൈൽ ഫൗണ്ടേഷൻ ആദ്യം ചെയ്യും, അതിനുശേഷം പൈൽ ക്യാപ്പ് ചെയ്യും. പൈൽ ക്യാപ്പിനകത്തൂടെ തന്നെ പ്ലിന്ത് ബീം ഓടിപ്പോവും. പ്ലിന്ത് ബീമിന് ശേഷം നമ്മൾ കോളം റൈസ് ചെയ്ത് ബീമും സ്ലാബും കാസ്റ്റ് ചെയ്ത് ഇടയിൽ നമ്മൾ കർട്ടൻ വോൾസ് ഫില്ല് ചെയ്തെടുക്കും. ഇതാണ് യൂഷ്വലി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഇപ്പോൾ ഫൗണ്ടേഷനെ പറ്റി പറയുമ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ട് നമ്മൾ കേരളത്തിൻ്റെ ഒരു രീതിക്കനുസരിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 3 രീതിക്കാണ് സാധാരണ ആൾക്കാർ ചെയ്യുന്നത്. ഒന്ന് പൈൽ ഫൗണ്ടേഷൻ, അതായത് ലോഡ് കൂടുതൽ വരുന്ന ബിൽഡിങ്ങിൽ ആൾക്കാർ പൈൽ ഫൗണ്ടേഷൻ ചെയ്തതിന് ശേഷം പൈൽ ചെയ്തതിന് ശേഷം പൈൽ ക്യാപ്പ്, പിന്നെ അതിനുശേഷം പൈൽ ക്യാപ്പിനകത്തൂടെ തന്നെ പ്ലിന്ത് ബീം, അതിന് മുകളിലേക്ക് കോളർ റൈസ് ചെയ്ത് ചെയ്യുന്നൊരു മെത്തേഡ്. പിന്നെ പൈൽ ചെയ്യാതെ കോളം ബീമിൽ ചെയ്യുന്നൊരു മെത്തേഡ്. പിന്നെ നമുക്ക് RR മേസണറി, റാൻഡം റബിൾ മേസണറി മെത്തേഡിൽ ചെയ്യുന്നൊരു മെത്തേഡ്. അപ്പം നമുക്കിതിനകത്ത് വലിയ ബിൽഡിങ്ങുകൾക്ക് തീർച്ചയായിട്ടും നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ വേണമെന്നുള്ളത് തീരുമാനിക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സോയിലിൻ്റെ വാല്യൂ, അതായത് സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അതനുസരിച്ചിട്ട് ഫൗണ്ടേഷൻ ഏതാണെന്ന് തീരുമാനിക്കണം. നമ്മൾ ലാൻഡ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഡ്രൈ ലാൻഡ് വെറ്റ് ലാൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും നല്ലത് ഡ്രൈ ലാൻഡ് തന്നെയാണ്. നമ്മൾ വെറ്റ് ലാൻഡിനകത്ത് നമ്മൾ ഫൗണ്ടേഷൻ പോകുമ്പോഴത്തേക്കും യൂഷ്വലി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ബെൽ ഫൗണ്ടേഷനാണ്. ബെൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ വെള്ളം വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ റിങ് ഇറക്കി അതിനകത്ത് തൊട്ടടുത്ത് തന്നെ അതിനേക്കാളും താഴ്ചയിൽ വേറൊരു കുഴിയെടുത്ത് അല്ലെങ്കിൽ വേറൊരു പിറ്റെടുത്ത് അതിനകത്ത് ഇറക്കിയതിനു ശേഷം അതിൽ നിന്ന് വെള്ളം ബെയിൽ ഔട്ട് ചെയ്തതിനു ശേഷം ഈ നമ്മുടെ ആവശ്യമുള്ള കുഴിയിൽ ഫൂട്ടിങ് കാസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ വേറൊരു മെത്തേഡ് നമ്മുടെ നാട്ടിൽ അവലംബിച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ ഹാൻഡ് പൈലിംഗ് മെത്തേഡാണ്. ഈ ഹാൻഡ് പൈലിംഗ് എന്ന് പറയുന്നത് ഒരു 6 മീറ്റർ 7 മീറ്റർ ഡെപ്ത് വരെയൊക്കെ പോകത്തുള്ളൂ. അത് ഓഗർ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അത് ഇച്ചിരി കൂടെ ലോഡ് കൂടുതൽ വരുന്ന ബിൽഡിങ്സിന് നമ്മൾ ഹാൻഡ് പൈൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഈ പിന്നെ വെറ്റ്ലാൻഡിലെ വെൽ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഇപ്പം ഈ പൈലിങ് ചെയ്യുന്നുണ്ടല്ലോ, ഇതിനകത്ത് പിന്നെ ഈ വെൽ ഫൗണ്ടേഷനാണോ അത് പൈലിംഗ് ആണോ കുറച്ചും കൂടി പിന്നെ പൈസ കുറവുള്ളത്? പൈലിങ്ങിന് എപ്പോഴും കോസ്റ്റ് കൂടുതൽ തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും പൈലിങ്ങിന് കോസ്റ്റ് കൂടുതൽ തന്നെയാണ്. നമ്മൾ മെഷീൻ പൈലിങ്ങിന് പിന്നെയും കോസ്റ്റ് കൂടുതലാണ്. ഇപ്പോൾ ഹാൻഡ് പൈലുണ്ട്, മെഷീൻ പൈലുണ്ട്. അപ്പോൾ അതിനകത്ത് ഹാൻഡ് പൈലിങ്ങിന് മെഷീൻ കോസ്റ്റ് വൈസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വെൽ ഫൗണ്ടേഷൻ ആയിരിക്കും ഏറ്റവും കുറവ്. അതിനുശേഷം നമ്മൾ ഈ 3 എണ്ണം കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, അതായത് വെൽ ഫൗണ്ടേഷൻ, ഹാൻഡ് പൈലിംഗ്, മെഷീൻ പൈലിംഗ്, ഇത് 3 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വെൽ ഫൗണ്ടേഷൻ ഏറ്റവും കോസ്റ്റ് കുറവായിരിക്കും. അതിനുശേഷം ഹാൻഡ് പൈലിംഗ് വരും, അതിനുശേഷം മെഷീൻ പൈലിംഗ് വരും. ഇതിനകത്ത് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി തിരിച്ചാണ്. ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ വരുന്നത് മെഷീൻ പൈലിങ്ങിനായിരിക്കും. മെഷീൻ പൈലിങ്ങിന് നല്ല ഡെപ്തിൽ നമുക്ക് പോകാൻ പറ്റും, അതിന് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഹാൻഡ് പൈലിങ്ങിന് മറ്റതിൻ്റെ അത്ര ഡെപ്ത് വരെ പോകാൻ പറ്റത്തില്ല. സോ സ്വാഭാവികമായിട്ടും നമ്മൾ മെഷീൻ പൈലിങ്ങിനേക്കാളും കുറച്ചും കൂടെ ലോഡ് ക്യാരി കപ്പാസിറ്റി കുറവായിരിക്കും ഹാൻഡ് പൈലിന്. നമ്മൾ വെൽ ഫൗണ്ടേഷൻ ചെയ്യുന്നത് നമ്മൾ സാധാരണ കോളം ബീം സ്ട്രക്ചർ തന്നെയാണ്. അതിനുള്ളിലൊരു വെല്ലും കൂടെ ചെയ്യുന്നു, അതായത് ഒരു റിങ്ങും കൂടെ ഇറക്കുന്നു എന്നുള്ളത് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ ഒരു വീട് വെക്കാനായിട്ട് വെറ്റ്ലാൻഡ് ആണെങ്കിൽ വീട് വെക്കാനായിട്ട് ഈ വെൽ ഫൗണ്ടേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? തീർച്ചയായിട്ടും വെറ്റ്ലാൻഡിലാണ് നമ്മൾ വെറ്റ്ലാൻഡിൽ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ വെൽ ഫൗണ്ടേഷനിലേക്ക് പോകുന്നത്. ഈ വെൽ ഫൗണ്ടേഷനിൽ നമ്മളിപ്പം ഒരു വലിയ ബിൽഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് വെൽ ഫൗണ്ടേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബിൽഡിങ്ങിൽ വരുന്ന ലോഡ് നമ്മളെ സോയിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്ന് നമുക്കൊരു ഫീൽ വരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഹാൻഡ് പൈലിങ്ങിലേക്ക് തിരിയുക. അപ്പോൾ ഈ ഹാൻഡ് പൈലിങ്ങിലും ആ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി നടക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആ സോയിൽ ആ ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെഷീൻ പൈലിങ്ങിലേക്ക് തിരിയുക. ആ ഒരു ഹൈറാർക്കിയിലാണത് പോകേണ്ടത്. ഇപ്പോൾ മെഷീൻ പൈലിംഗ് ചെയ്യണമെങ്കിൽ മിനിമം ഇത്ര സ്ക്വയർ ഫീറ്റ് വേണമെന്നുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. മെഷീൻ പൈലിങ്ങിൽ വേണം, പക്ഷെ നമുക്ക് നമ്പർ ഓഫ് പൈൽസ് കുറവാണെങ്കിൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കൂടുതലായിരിക്കും. അവരുടെ മൊബിലൈസേഷൻ ചാർജ് അതുപോലെയുള്ള മാത്രമല്ല സ്വാഭാവികമായിട്ട് അവർക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത് കൂടുതലായിരിക്കും. എപ്പോഴും സ്ക്വയർ ഫീറ്റ് കൂടുതലുള്ള ബിൽഡിങ്ങിൽ ചെയ്യുമ്പോഴത്തേക്കും കോസ്റ്റ്, അതിപ്പോൾ നമ്മൾ സാധാരണ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ നടത്തുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ ഏരിയ ഓഫ് കൺസ്ട്രക്ഷൻ കൂടുമ്പോഴത്തേക്കും കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ സ്വാഭാവികമായിട്ടും നമുക്ക് കുറഞ്ഞു വരും. ടോട്ടൽ എമൗണ്ട് അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആ ഇൻ എഫക്റ്റ് വരുന്ന ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതായത് സ്ക്വയർ ഫീറ്റ് എമൗണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2000 രൂപ സ്ക്വയർ ഫീറ്റ് വേണമെന്ന് പറയുന്നു. അതേസമയം നമ്മൾ ഈ 1000 സ്ക്വയർ ഫീറ്റ് വേണ്ട സ്ഥലത്ത് 10000 സ്ക്വയർ ഫീറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് 1800 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് അതിനകത്ത് വരുന്ന വ്യത്യാസം. പക്ഷേ ടോട്ടൽ കോസ്റ്റ് കൂടി തന്നെ ആയിരിക്കും, പക്ഷേ നമ്മൾ ആ റേറ്റ് എന്ന് പറയുന്ന സാധനം കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് എപ്പോഴും പിന്നെ വെറ്റ്ലാൻഡ് ചെയ്യുന്നതിനേക്കാളും ലാഭം ഡ്രൈ ലാൻഡ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഫൗണ്ടേഷൻ എപ്പോഴും ഡ്രൈ ലാൻഡിലാണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമില്ല, വെൽ ഫൗണ്ടേഷൻ്റെ ആവശ്യം വരുന്നില്ല. 2 നില സാധാരണ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ചെറിയ കുട്ടിക്കോളം എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന കോളം ബീം സ്ട്രക്ചറിൽ ചെയ്താൽ ധാരാളം മതിയാവും. അപ്പോൾ നമ്മൾ വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഡ്രൈ ലാൻഡ് ആയി ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും നമ്മളെ ഭൂമി ഡ്രൈ ലാൻഡ് ആയിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷേ നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് ഡ്രൈ ലാൻഡിൽ തന്നെ വീട് വെക്കാമെന്നൊരിക്കലും നമ്മൾ വാശി പിടിക്കാൻ പറ്റത്തില്ല നമുക്ക്. ഇപ്പോൾ നമ്മുടെ ഒരു വീടെന്നൊക്കെ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കമ്പി. ഈ കമ്പിയെ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യണത്? നമ്മൾ സ്റ്റീൽ എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീൽ മാർക്കറ്റിൽ എന്തൊക്കെ ടൈപ്പ് അവൈലബിൾ ആണെന്നുള്ളത് ആദ്യം പറയാം. മാർക്കറ്റിൽ 415, അതായത് FE 415 എന്ന് പറയുന്ന സ്റ്റീൽ അവൈലബിൾ ആണ്. FE 500 എന്ന് പറയുന്ന സ്റ്റീൽ അവൈലബിൾ ആണ്. FE 550 എന്ന് പറയുന്ന സാധനം അവൈലബിൾ ആണ്. പിന്നെ FE 550D എന്ന് പറയുന്ന സാധനം അവൈലബിൾ ആണ്. ഈ D ഉദ്ദേശിക്കുന്ന ഡക്റ്റിലിറ്റിയാണ്. ഈ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മുളയ്ക്കുമ്പോഴത്തേക്കും ഒടിയാതിരിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടി, അതിനാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡക്റ്റിലിറ്റി കൂടിയ കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം ആക്കിയാലേ അത് ഒടിയത്തുള്ളൂ എന്നുള്ളതാണ്. 1-2 പ്രാവശ്യം ഇങ്ങനെ ആക്കിയാൽ ഒടിയത്തില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഈ FE 415, FE 500 അല്ലെങ്കിൽ FE 550 എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് ആണ്. നമ്മളതൊരു യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ കയറ്റി ലോഡ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് അതിനൊരു ടെൻസൈൽ സ്ട്രെങ്ത്, നമ്മൾ സ്റ്റീൽ എന്ന് പറഞ്ഞ സാധനം എപ്പോഴും ടെൻസൈൽ ലോഡ് എടുക്കുന്ന സാധനമാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഈ സ്റ്റീൽ എന്ന് പറഞ്ഞ സാധനത്തിൽ ടെൻസൈൽ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മുടെ 415 എന്ന് പറയുന്ന ലോഡിന് മുകളിൽ പോയിട്ടാണ് ആ സ്റ്റീൽ ബ്രേക്ക് ആവുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും, നമ്മൾ ഈ ടെൻസൈൽ സ്ട്രെങ്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 415 എന്ന് പറയുന്ന ലോഡിന് മുകളിൽ പോയിട്ടാണ് അത് പൊട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിന് FE 415 ഗ്രേഡ് സ്റ്റീൽ എന്ന് പറയും. നമ്മൾ 500-ന് മുകളിൽ പോയിട്ടാണ് പൊട്ടുന്നതെങ്കിൽ FE 500 ഗ്രേഡ് സ്റ്റീൽ എന്ന് പറയും. 550-ക്ക് മുകളിൽ പോയിട്ടാണ് പൊട്ടുന്നതെങ്കിൽ FE 550 ഗ്രേഡ് സ്റ്റീൽ എന്ന് പറയും. നമ്മളിതാണ് ആ സ്റ്റീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 8 mm കമ്പി എടുക്കുക.
8 mm കമ്പി നമ്മൾ 1 മീറ്റർ നീളം മുറിക്കുക. ഈ 1 മീറ്റർ നീളം മുറിച്ചതിന് ശേഷം നമ്മൾ സാധാരണ വെയിങ് മെഷീനിൽ കൊണ്ടുപോയി തൂക്കി നോക്കുമ്പോഴത്തേക്കും 390 ഗ്രാം ഉണ്ട് എന്നുണ്ടെങ്കിൽ 390 ഗ്രാം നമുക്കതിനകത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആവശ്യത്തിന് ഡെൻസിറ്റി ഉള്ള സ്റ്റീലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം നമുക്കത് ഈ 10 mm കമ്പിയാണ് 10 mm കമ്പിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് 880 ഗ്രാം ആയിട്ട് വരും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, d²/162 എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫോർമുല. അതായത് ഇപ്പോൾ 8 mm സ്റ്റീലാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നുണ്ടെങ്കിൽ 8 മുകളിൽ എടുക്കുക, /162. 10 mm സ്റ്റീലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 10 മുകളിൽ എടുക്കുക, /162. 16 mm സ്റ്റീലാണ് നമ്മൾ ഇത് എടുക്കുന്നതെങ്കിൽ 16 ന്യൂമറേറ്ററിൽ എടുക്കുക, /162. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്താണോ അതായിരിക്കണം ആ കമ്പിയുടെ 1 മീറ്റർ മുറിച്ചുകൊണ്ട് പോയി നമുക്ക് കിട്ടുന്ന വെയിറ്റ്. ആ വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെൻസിറ്റിയുടെ കാര്യത്തിൽ ഓക്കെ ആണെന്ന് പറയാം. FE 500 ആണോ, FE 415 ആണോ, FE 550 ആണോ എന്നുള്ളത് നമ്മൾ സ്റ്റീലിൽ തന്നെ അടിച്ചിട്ടുണ്ടാവും ഏത് ഗ്രേഡ് സ്റ്റീലാണ് ആ വരുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കൂടിയ ഗ്രേഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ സ്ട്രക്ചറൽ ഡിസൈൻ വരുമ്പോൾ തന്നെ ഏത് ഗ്രേഡ് സ്റ്റീൽ ഉപയോഗിക്കണം എന്നുള്ള കാര്യം അവർ അതിനകത്ത് ഉറപ്പായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ കാര്യവും അവർ അതേപോലെ തന്നെ ഏത് ഗ്രേഡ് കോൺക്രീറ്റ്, ഇപ്പോൾ M20 ഉപയോഗിക്കണോ, M25 ഉപയോഗിക്കണോ, M30 ഉപയോഗിക്കണോ എന്നുള്ള കാര്യം സ്ട്രക്ചറൽ എഞ്ചിനീയർ അതിനകത്ത് സ്ട്രക്ചറൽ ഡ്രോയിങ്ങിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇതിൽ ഉപയോഗിക്കുന്ന സിമെൻ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ സിമെൻറ്റിൻ്റെ ക്വാളിറ്റി അപ്പോൾ ഏത് ടൈപ്പ് സിമെൻറ്റാണ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും? സിമെൻറ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 33 ഗ്രേഡ് ഉണ്ട്, 43 ഗ്രേഡ് ഉണ്ട്, 53 ഗ്രേഡ് ഉണ്ട്. പിന്നെ സിമെൻറ്റ് നമ്മൾ OPC ടൈപ്പ് സിമെൻ്റ് ഉണ്ട്. OPC എന്ന് പറയുമ്പോഴത്തേക്കും ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്ന് പറയും. പിന്നെ PPC സിമെൻറ്റ് ഉണ്ട്, അതായത് പസലോണ പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്ന് പറയും. ഈ OPC സിമെൻറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ കൂടുതലും കോൺക്രീറ്റിനാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ അതിനകത്ത് ഫ്ലൈ ആഷ് എന്ന് പറയുന്ന കണ്ടന്റ് അതിനകത്ത് ഇല്ല. അതിനാണ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്ന് പറയുന്നത്. പസലോണ പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഉണ്ട്, അതായത് PPC എന്ന് പറയുന്ന സാധനം. അത് ഫ്ലൈ ആഷും കൂടെ ആഡ് ചെയ്ത് വരുന്ന ടൈപ്പാണ്. അതിന് PPC സിമെൻ്റ് എന്ന് പറയും. അതിന് ആക്ച്വലി നമ്മൾ ഹീറ്റ് ലിബറേഷൻ വെൻ കമ്പയർഡ് ടു OPC, അതായത് PPCയുടെ ഹീറ്റ് ലിബറേഷൻ OPC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് OPCക്ക് ഒരുപാട് ഹീറ്റ് ലിബറേഷൻ കൂടുതലാണ്. OPC ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ ക്യൂറിങ്ങിൻ്റെ കാര്യത്തിനൊക്കെ പക്ക ശ്രദ്ധിച്ച് കൂടെ തന്നെ നിൽക്കേണ്ടതാണ്. PPC ആണെന്നുണ്ടെങ്കിൽ ക്യൂറിങ്ങും കാര്യങ്ങളൊക്കെ പക്കായിട്ട് തന്നെ ചെയ്യണം. പക്ഷേ ഹീറ്റ് ലിബറേഷൻ കമ്പാരിറ്റീവ്ലി OPCയേക്കാൾ കുറവായതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഈ ചെറിയ ക്രാക്സ് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും PPC സിമെൻ്റാണ് ഉപയോഗിക്കുന്നത്. അതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിനകത്ത് വെള്ളം ഒഴിക്കുന്നത്. അപ്പോഴത്തേക്കും ഈ നമ്മൾ മുകളിൽ നമ്മൾ ഒരു വോൾ പ്ലാസ്റ്റർ ചെയ്യുന്നതായിട്ട് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഒരു വോളിൻ്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്തു, ആ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് താഴെ വരെ എത്തി. നമ്മൾ പിറ്റേ ദിവസമായിരിക്കും അതിനകത്ത് ക്യൂറിങ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഈ OPC ഇട്ട് പ്ലാസ്റ്റർ ചെയ്ത സ്ഥലത്താണെങ്കിൽ ഉറപ്പായിട്ട് ടോപ്പിലൊക്കെ ക്രാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വരും. അപ്പോൾ അതിനകത്ത് ഹീറ്റ് ലിബറേഷൻ കൂടുതലാണ്. സോ എപ്പോഴും പ്ലാസ്റ്ററിങ്ങിന് പോകുമ്പോഴത്തേക്കും PPCയും കോൺക്രീറ്റിന്, ഇപ്പോൾ കോൺക്രീറ്റിന് OPC ഉപയോഗിച്ച് പോകുന്നത്, ഇപ്പോൾ കോൺക്രീറ്റിന് PPC ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ കുറച്ച് ടൈം കൂടുതൽ എടുക്കുമെന്നുള്ളതാണ് അതിനകത്ത് മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഫാക്ടർ. ഒരു സാധാരണ നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഷട്ടറിങ് റിമൂവ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 3 ദിവസത്തിൽ നമുക്ക് ഷട്ടറിങ് റിമൂവ് ചെയ്യാം. ഇടുന്ന ദിവസവും ഇളക്കുന്ന ദിവസവും കൂടാതെ 3 ദിവസത്തിൽ ഷട്ടറിങ് റിമൂവ് ചെയ്യാം. OPC സിമെൻ്റ് ആണെങ്കിൽ പ്രൊവൈഡഡ് സ്പാൻ എന്ന് പറയുന്ന സാധനം ഒരു 3 മീറ്ററിനുള്ളിലുള്ള സ്പാൻ ആണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ഷട്ടറിങ് റിമൂവ് ചെയ്യാം. OPC സിമെൻ്റ് ഉപയോഗിച്ച് ചെയ്ത സാധനമാണെങ്കിൽ. പക്ഷേ PPC സിമെൻ്റ് ഉപയോഗിച്ച് ചെയ്ത സാധനമാണെങ്കിൽ ഉറപ്പായിട്ടും 14 ദിവസം കഴിഞ്ഞതിന് ശേഷം അല്ലാതെ നമുക്ക് ഷട്ടറിങ് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ എന്തിനാണ് ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ നമ്മൾ സമീപിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് കേട്ടോ. ഇതിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് ഈ PPC എന്താണ്, OPC എന്താണ്, അതുപോലെ തന്നെ ഈ കമ്പികളിലുള്ള ഗ്രേഡ് എന്താണ്, ഇത് സാധാരണക്കാരന് സത്യത്തിൽ മനസ്സിലാവത്തില്ല. ഇതൊന്ന് കൂടുതൽ ഇത് കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? തീർച്ചയായിട്ടും. ഇത് നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മാർക്കറ്റിൽ കോമൺലി 2 ടൈപ്പാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്, OPC, PPC. സിമെൻറ്റ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പല ടൈപ്പ് സിമെൻറ്റ് ഉണ്ട്. ഇപ്പം നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറയുകയാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് സിമെൻറ്റാണ് നമ്മുടെ മാർക്കറ്റിൽ കോമൺലി അവൈലബിൾ ആയിട്ടുള്ളത്, OPC സിമെൻറ്റും PPC സിമെൻറ്റും. ഈ OPCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്നാണ്. PPCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് പസലോണ പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്നാണ്. ഈ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്ന് പറയുന്ന സാധനം 53 എന്ന് പറഞ്ഞ ഗ്രേഡിലാണ് വരുന്നത്. ഈ PPC എന്ന് പറഞ്ഞ സാധനം 43 എന്ന് പറഞ്ഞ ഗ്രേഡിലാണ് വരുന്നത്. നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാനും കെട്ടാനും ഒക്കെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് PPC സിമെൻറ്റാണ്. അതിന് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹീറ്റ് ലിബറേഷൻ കമ്പാരിറ്റീവ്ലി OPCയേക്കാളും കുറവാണ്. നമ്മളൊരു മേസണറി വർക്കിലും പ്ലാസ്റ്ററിങ് വർക്കിലും ഒക്കെ വരുമ്പോഴത്തേക്കും
PPC സിമൻറ്റ് അതിനുപയോഗിക്കുക. കോൺക്രീറ്റിങ്ങിനാണ് നമ്മൾ എപ്പോഴും OPC ഉപയോഗിക്കുന്നത്. ഈ കോൺക്രീറ്റിങ്ങിൽ PPC ഉപയോഗിക്കത്തില്ല എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ഉപയോഗിക്കാറുമുണ്ട്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഒരിക്കലും OPC സിമൻ്റ് ആണോ PPC സിമൻ്റ് ആണോ എന്നൊന്നും നമ്മളോട് ആരും ചോദിക്കാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സിമൻറ്റ് എന്നുള്ളത് തന്നെ ഉള്ളൂ. അപ്പോൾ ഈ OPC സിമൻറ്റിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വിക്കായിട്ട് സെറ്റ് ചെയ്യും. ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു 3 മീറ്റർ സ്പാനിലുള്ള ഒരു മുറി നമ്മൾ സ്ലാബ് കാസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 ദിവസത്തിനുള്ളിൽ ഇടുന്ന ദിവസവും ഇളക്കുന്ന ദിവസവും കൂടാതെ 3 ദിവസത്തിൽ നമുക്ക് ഷട്ടറിങ് റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് ടോട്ടൽ 5 ആണ്. ഇപ്പോൾ ഇന്ന് 1-ാം തീയതി നമ്മൾ സ്ലാബ് കാസ്റ്റ് ചെയ്താൽ 5-ാം തീയതി നമുക്ക് ഷട്ടറിങ് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള നമുക്ക് അത്ര ക്വിക്കായിട്ട് ചെയ്തു പോകേണ്ട സാഹചര്യത്തിലൊക്കെയാണ് ഈ OPC സിമൻറ്റ് ഉപയോഗിക്കുന്നത്. PPC സിമൻറ്റ് എന്ന് പറയുന്ന സാധനം ഫ്ലൈ ആഷും കൂടെ ആഡ് ചെയ്ത് വരുന്ന സാധനമാണ്. അതിനൊരിക്കലും ഇത്ര ക്വിക്കായിട്ട് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ OPC സിമൻറ്റിന് ഫ്ലൈ ആഷ് എന്ന് പറഞ്ഞ സാധനം ആഡ് ആവുന്നതേ ഇല്ല. PPC എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ഫ്ലൈ ആഷ് എന്ന് പറഞ്ഞ സാധനം കൂടെ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിനെ പറ്റിയാണ്. സ്റ്റീൽ എന്ന് പറഞ്ഞ സാധനം 250 FE 250 എന്ന് പറഞ്ഞ ഗ്രേഡ് അവൈലബിൾ ആണ്. FE 415 എന്ന് പറഞ്ഞ ഗ്രേഡ് അവൈലബിൾ ആണ്. FE 500 എന്ന് പറഞ്ഞ ഗ്രേഡ് അവൈലബിൾ ആണ്. FE 550 എന്ന് പറഞ്ഞ ഗ്രേഡ് അവൈലബിൾ ആണ്. ഇതെല്ലാം ഇതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ കയറ്റി നമ്മൾ ഇതിന് നമുക്ക് ടെൻസൈൽ സ്ട്രെങ്ത് കൊടുത്ത് പൊട്ടിക്കുകയാണെങ്കിൽ അത് 500-ന് മുകളിൽ പോയാണ് പൊട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റീലിന് പറയുന്ന പേരാണ് FE 500 ഗ്രേഡ് സ്റ്റീൽ. അത് 550-ക്ക് മുകളിലേ പൊട്ടത്തുള്ളൂ എന്നുണ്ടെങ്കിൽ FE 550 ഗ്രേഡ് സ്റ്റീൽ. അപ്പം അത് ഈൽഡ് സ്ട്രെങ്ത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ വേറൊരു കാര്യം അതിനെ കൂടെ ചോദിക്കുന്നത്, പണ്ടൊക്കെ ഈ വീടിന് പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഈ മണലായിരുന്നു. ഇപ്പം അത് M സാൻഡും P സാൻഡും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അതെ. ഇത് ഡ്യൂറബിലിറ്റിയെ ബാധിക്കുന്നുണ്ടോ? ആക്ച്വലി ഡ്യൂറബിലിറ്റിയെ ബാധിക്കുന്നില്ല. ഇത് നമ്മളിതിനകത്ത് P സാൻഡും M സാൻഡും ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ P സാൻഡ് ആണെങ്കിലും M സാൻഡ് ആണെങ്കിലും ഇത് വാഷ് ചെയ്ത സാധനം ഉപയോഗിക്കുക. അതായത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് മാക്സിമം കുറഞ്ഞ സാധനം ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ പല വീടുകളിൽ റൈസിങ് ഡാമേജസിൻ്റെ പ്രശ്നങ്ങൾ, അതായത് മതിലിൻ്റെ താഴെ പൂപ്പൽ വരുന്ന പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതിൽ വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ഈ നമ്മൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൂടിയ സിമെൻ്റ് ഇട്ട് കൂടിയ M സാൻഡ് ഇട്ട് അല്ലെങ്കിൽ കൂടിയ P സാൻഡ് ഇട്ട് പ്ലാസ്റ്റർ ചെയ്യുന്ന രീതിക്കും വരുന്ന പ്രശ്നങ്ങളാണ് അതിനകത്ത് കൂടുതൽ കാണുന്നത്. റൈസിങ് ഡാമേജസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമ്മളെ വീടുകളിലൊക്കെ ഇപ്പോൾ കണ്ടുവരാറുണ്ട്. ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ P സാൻഡിൽ വരുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൂടുതലായിട്ട് വരികയാണെങ്കിലും അത് ഈ നമ്മളെ റൈസിങ് ഡാമേജസ്, അതായത് നമ്മൾ ഈ മതിലിൽ പൊളിഞ്ഞിളകുന്ന സംഭവം കൂടുതലായിട്ട് വരാനുള്ള ഒരു സാധ്യത അതിനകത്ത്. ഇപ്പോൾ വീട്ടിലൊക്കെ വരുന്നതായി പൊളിഞ്ഞിളകുന്നതും ഈ ഇപ്പോൾ പുതുതായിട്ട് കിട്ടിയ വീടുകളിലൊക്കെ ഈ പെയിൻ്റ് അടിച്ചതിന് ശേഷം ഇളകി വരുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണോ? ഇതിൻ്റെ ഭാഗം മാത്രമായിട്ടാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഇതിനൊരു ആക്സിലറേഷൻ ഉണ്ടാകും. അപ്പോൾ ഒരു ആക്സിലറേഷൻ ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണം ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൂടിയ P സാൻഡ് ഇട്ട് പ്ലാസ്റ്റർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഈ സാധനം കുറച്ചും കൂടെ ക്വിക്കായിട്ട് അടർന്ന് വീഴാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതിന് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായും നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് ക്വാളിറ്റിയുള്ള P സാൻഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സാൻഡ് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ഫൈബർ കണ്ടൻറ്റ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നമുക്കിപ്പോൾ ചെറിയ പ്ലാസ്റ്ററിങ് ക്രാക്സ് നമ്മൾ M സാൻഡ് അല്ലെങ്കിൽ P സാൻഡ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും പ്ലാസ്റ്ററിങ് ക്രാക്സ് വരാറുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. നമ്മൾ എത്ര ക്യൂർ ചെയ്താലും ഈ സാധനം വരിക തന്നെ ചെയ്യും. അത് ആക്ച്വലി ഇപ്പോൾ ചില ആൾക്കാർ പറയും പണ്ടത്തെ വീടുകളിലൊന്നും ഇത്ര ക്രാക്സ് വരുന്നില്ല എന്നുള്ളത് പറയാറുണ്ട്. പക്ഷേ അത് ഈ ഫൈബർ കണ്ടൻറ്റിൻ്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഇതാണ്. P സാൻഡാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കോമൺലി അവൈലബിൾ ആയിട്ടുള്ള സാധനം. ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് വാഷ് ചെയ്തിട്ടുള്ള ഡസ്റ്റ് മാക്സിമം കുറഞ്ഞ അല്ലെങ്കിൽ ഡസ്റ്റ് ഇല്ലാത്ത സാധനം ഇത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ഏതൊക്കെ ടൈപ്പ് ബ്രിക്കും പിന്നെ ബ്ലോക്കും ഉള്ളത്? ഇപ്പോൾ നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബ്രിക്സിനെ പറ്റി ആദ്യം പറയാം. ബ്രിക്സ് പറയുമ്പോഴത്തേക്കും കൺട്രി ബേൺഡ് ബ്രിക്ക് ഉണ്ട്, വയർ കട്ട് ബ്രിക്സ് ഉണ്ട്. കൺട്രി ബേൺഡ് ബ്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ കൈകൊണ്ട് ഉണ്ടാക്കുന്ന സാധനത്തിനാണ് കൺട്രി ബേൺഡ് ബ്രിക്സ് എന്ന് പറയുന്നത്. വയർ കട്ട് ബ്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് മെഷീൻ പ്രസ് ചെയ്ത് വരുന്ന ബ്രിക്സിനാണ് വയർ കട്ട് ബ്രിക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എപ്പോഴും ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടുതൽ വരുന്നത് വയർ കട്ട് ബ്രിക്സിനായിരിക്കും. മെഷീൻ പ്രസ് ചെയ്ത് വരുന്ന ബ്രിക്സിനായിരിക്കും ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടുതൽ. അപ്പോൾ സോ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും വയർ കട്ട് കല്ലുകൾ തന്നെയാണ്. പിന്നെ ബ്ലോക്സിനെ പറ്റിയാണ് ചോദിച്ചത്. ബ്ലോക്സിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കോമൺലി അതിനെ സൈസ് വെച്ച് ക്ലാസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ 4 ഇഞ്ച് വീതി, അതായത് 10 സെൻറ്റിമീറ്റർ വീതി, പിന്നെ 6 ഇഞ്ച് വീതി, അതായത് 15 സെൻറ്റിമീറ്റർ വീതി, പിന്നെ 8 ഇഞ്ച് വീതി, അതായത് 20 സെൻറ്റിമീറ്റർ വീതി. ഇങ്ങനെ 3 ടൈപ്പിൽ സൈസിൽ അവൈലബിൾ ആണ്. നമ്മൾ ഹോളോ ബ്രിക്സ് എന്ന് പറഞ്ഞ ടൈപ്പുണ്ട്. അതിനകത്ത് വലിയ ഹോളായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ പൈപ്പ് ഹോൾ എന്ന് പറയുന്ന ഒരു ടൈപ്പ് വരാറുണ്ട്. പൈപ്പ് ഹോൾ എന്ന് പറയുന്ന സാധനത്തിനകത്ത് പൈപ്പിൻ്റെ ഷേപ്പിലുള്ള 2 ഹോളേ അതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. പിന്നെ വരുന്നത് സോളിഡ് ബ്ലോക്സ്. ഇതിനകത്ത് സോളിഡ് ബ്ലോക്ക് എന്ന് പറയുന്ന സാധനമാണ്
നമുക്ക് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മളൊരു വീട് വെക്കുന്ന സാഹചര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾക്കൊരു 2 നില വീട് വെക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏത് ബ്ലോക്കാണ് നമ്മൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ സ്പാൻ അനുസരിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. നമ്മളൊരു സാധാരണ നിലയിലുള്ള ഒരു വീട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് സ്പാനിങ്ങും കാര്യങ്ങളൊന്നും വരാത്ത ഒരു മിനിമൽ രീതിയിലുള്ളൊരു വീട് വെക്കുന്ന ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ താഴത്തെ നിലയിൽ 8 ഇഞ്ച് കല്ല്, അതായത് 20 സെൻറ്റിമീറ്ററിന് സോളിഡ് ബ്ലോക്ക് ഉപയോഗിക്കാനായിരിക്കും റെക്കമെൻഡ് ചെയ്യുക. ഫസ്റ്റ് ഫ്ലോർ വരുമ്പോഴത്തേക്കും 8 ഇഞ്ചിൽ പോയാൽ അത്രയും നല്ലത്, അതായത് 20 സെൻറ്റിമീറ്റർ വീതിയിൽ പോയാൽ അത്രയും നല്ലത്. പിന്നെ തീരെ നിവൃത്തിയില്ല, ബഡ്ജറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 15 സെൻറ്റിമീറ്റർ സോളിഡ് ബ്ലോക്കിൽ പോവുക. അപ്പോൾ നമ്മൾ എപ്പോഴും കല്ലിൻ്റെ ആസ്പെക്റ്റിൽ പറയുമ്പോഴത്തേക്കും എപ്പോഴും സോളിഡ് ബ്ലോക്ക് തന്നെയാണ് നല്ലത്. പിന്നെ പൈപ്പ് ഹോൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സ്ട്രെങ്ത് വൈസ് നോക്കിയാലും ലോഡ് ക്യാരിങ് കപ്പാസിറ്റി, അതായത് നമുക്ക് അതിനകത്തൊരു നമ്മൾ കംപ്രസീവ് മെഷീനിൽ വെച്ചിട്ട് അതിനെ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ച് തന്നെ പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടുതൽ കിട്ടുക നമുക്ക് സോളിഡ് ബ്ലോക്സിനായിരിക്കും. പിന്നെ അതിനുശേഷമായിരിക്കും പൈപ്പ് ഹോൾ വരുന്നത്, അതിനുശേഷമായിരിക്കും ഹോളോ ബ്ലോക്സും വരുന്നത്. സോ എപ്പോഴും നമുക്ക് സ്ട്രെങ്ത് വൈസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സോളിഡ് ബ്ലോക്സിൻ്റെ 20 സെൻറ്റിമീറ്റർ വീതിയിൽ വരുന്ന സാധനം തന്നെയാണ് നമ്മൾ റെക്കമെൻഡബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ചില ബ്രിക്സുകൾ ഇപ്പം ഇൻ്റർലോക്ക് ചെയ്ത് പോകുന്ന ബ്രിക്സുകളില്ലേ? അതെ, AC ബ്ലോക്സ് എന്ന് പറയുന്ന സാധനം ഇന്റർലോക്ക് ചെയ്ത് പോകുന്ന ഇത് ചിലപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് കെട്ടുകയാണെങ്കിൽ പൂശേണ്ട ആവശ്യം വരുന്നില്ല. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് ഒരു ബഡ്ജറ്റിൽ സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള വെച്ചം ഉണ്ടാവാറുണ്ട്. ഇതിനകത്ത് ഡയറക്റ്റ് പുട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് പൂശേണ്ട കാര്യം വരുന്നില്ല. ഇപ്പോൾ നമ്മളൊരു വീട് വെക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീടിൻ്റെ കോൺക്രീറ്റിങ്. അതെ. അപ്പോൾ ഈ കോൺക്രീറ്റിങ്ങിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു വീടിൻ്റെ പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് അതിൻ്റെ കോൺക്രീറ്റിംഗ് എന്ന് പറയുന്നത്. റൂഫ് കോൺക്രീറ്റിംഗ് എന്നുള്ള സംഭവം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഷട്ടറിങ്. ആദ്യമായിട്ട് നമ്മൾ ഷട്ടറിങ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ സ്ലാബ് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷട്ടറിങ് ചെയ്യുമ്പോഴത്തേക്കും ഷട്ടറിങ്ങിൻ്റെ ലെവൽ പ്രോപ്പറായിരിക്കണം, അതായത് അതിൻ്റെ വാട്ടർ ലെവൽ പ്രോപ്പറായിരിക്കണം. അതിലിപ്പോൾ ഒരു ബീം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബീമിൻ്റെ ഡെപ്ത്ത് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടോ, ബീമിൻ്റെ ബോട്ടം ലെവൽ കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. അതിനുശേഷം വരുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റീൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റീൽ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ഈ ഷട്ടറിങ്ങിനിടയിൽ വല്ല ഗ്യാപ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളത് അടയ്ക്കണം. അത് ടേപ്പ് വെച്ച് അടയ്ക്കേണ്ടതാണെങ്കിൽ ടേപ്പ് വെച്ച് തന്നെ അടയ്ക്കണം. അതിൻ്റെ ഗ്രൗട്ട് ഒരു കാരണവശാലും കോൺക്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം കെയർ ചെയ്യണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റീലിൻ്റെ കാര്യമാണ്. സ്റ്റീൽ ആസ് പെർ സ്ട്രക്ചറൽ എഞ്ചിനീയർ നമ്മൾ എന്ത് തന്നിട്ടുണ്ടോ അത് പ്രകാരം നമ്മൾ സ്റ്റീൽ പ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ബാർ ബെൻഡിങ് ഷെഡ്യൂൾ പ്രകാരം സ്റ്റീൽ പ്ലേസ് ചെയ്യണം. അതിനുശേഷം പിന്നെ നമുക്ക് കോൺക്രീറ്റിങ്ങിലേക്കാണ് വരുന്നത്. കോൺക്രീറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിനിടയിൽ നമുക്ക് ചെയ്തു കൊടുക്കേണ്ട വേറൊരു കാര്യം ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് ഇടുക എന്നുള്ളതാണ്. കോൺഡ്യൂട്ട്സ് ഇടുമ്പോഴത്തേക്ക് ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സിന് വേണ്ടിയിട്ടുള്ള പൈപ്പ്സ് ഇതിനകത്ത് ലേ ചെയ്യണം. കവറിംഗ് ബ്ലോക്ക് വെക്കണം. കവറിംഗ് ബ്ലോക്ക് വെക്കുമ്പോഴേ സ്റ്റീൽ പൊങ്ങി നിൽക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഷട്ടറിങ്ങിൽ മുട്ടി നിൽക്കും, പ്രോപ്പർ കവർ ഉണ്ടാകത്തില്ല. അപ്പോൾ സ്റ്റീലിന് പ്രോപ്പർ കവർ കൊടുക്കുക, നമ്മൾ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് ലേ ചെയ്യുക. അതിനുശേഷം നമ്മൾ അടുത്ത ലെവൽ എന്ന് പറയുന്നത് കോൺക്രീറ്റിംഗ് ആണ്. ഇപ്പോൾ കോൺക്രീറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയർ ഒരു സംഭവം തന്നിട്ടുണ്ടായിരിക്കും. M15 മിക്സിലായിരിക്കണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ M20 മിക്സാണ്, അല്ലെങ്കിൽ M25 മിക്സ്, അല്ലെങ്കിൽ M30 മിക്സ്. അപ്പോൾ ഇത് ഏതിനാണോ നമ്മൾ ചെയ്യേണ്ടത് അത് പ്രകാരമായിരിക്കണം നമ്മൾ കോൺക്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ മിക്സ് പ്രകാരം നമ്മൾ സൈറ്റിൽ കോൺക്രീറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. പിന്നെ സൈറ്റിൽ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും കഴിവതും മുകളിൽ ഇങ്ങനെ കുട്ടയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ തട്ടുന്നതിന് പകരം കഴിവതും ഇങ്ങനെ താഴ്ത്തി ഇടാനായിട്ട് ശ്രമിക്കുക. പിന്നെ അത് കൂടാതെ വൈബ്രേറ്റർ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുക. അതെന്നുണ്ടെങ്കിൽ ഈ കുട്ട കൊണ്ടുവന്നിട്ട് മുകളിൽ തട്ടിയിടരുതെന്ന് പറയുന്നത് അത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സെഗ്രിഗേഷൻ സംഭവിക്കും. അത് മെറ്റൽ ആദ്യം പോയി വീഴും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് മിക്സാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മെറ്റൽ നമ്മൾ അങ്ങനെ എപ്പോഴും അത് ഒരു യൂണിഫോമായിട്ട് തന്നെ കിട്ടേണ്ട സാധനമാണ്. അത് പ്രോപ്പർലി മിക്സ് ചെയ്ത് വരേണ്ട സാധനമാണ്. കോൺക്രീറ്റ് ഈസ് എ ഹോമോജീനിയസ് സ്ട്രക്ചർ എന്നാണ്. അപ്പോഴത്തേക്ക് അതിനകത്ത് സ്റ്റീലും സിമെൻറ്റും എംസാൻഡും എല്ലാം കൂടെ ചേർന്ന് വരുന്നൊരു സാധനമാണ്. അത് ഹോമോജീനിയസ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മുകളിൽ നിന്ന് തട്ടി ഇടാൻ പാടില്ല, സൈഡിൽ നിന്ന് മാത്രമേ ഇടാവൂ. താഴ്ത്തി ഇടുക എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈബ്രേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. വൈബ്രേറ്റർ ഉപയോഗിച്ച് തന്നെ വൈബ്രേഷൻ കൊടുക്കുക. വൈബ്രേറ്റർ കൊടുത്തതിന് ശേഷം അതിൻ്റെ ലെവൽ ഫിക്സ് ചെയ്യുക. ഇപ്പോൾ സൈഡിൽ നമ്മൾ ലെവലിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ലെവലിംഗ് കൊടുക്കുക. ലെവലിംഗ് കൊടുത്തതിന് ശേഷം ഇട ഫില്ല് ചെയ്ത് വരിക. സ്റ്റീൽ പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് കവറിംഗ് ബ്ലോക്ക് വെച്ച് സ്റ്റീലിനെ പൊക്കി വയ്ക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് കോൺക്രീറ്റിന് വേണ്ട കവർ കിട്ടും. അത് സ്റ്റീലിന് വേണ്ട കവർ നമുക്ക് അതിനകത്ത് കിട്ടും. ആ കവറിങ് കിട്ടിയതിന് ശേഷം നമ്മൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുക. അതിനിടയിൽ നമ്മൾ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് ആവശ്യമാണെങ്കിൽ അത് പ്ലേസ് ചെയ്യുക. അതിനുശേഷം കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുക. കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് കഴിവതും താഴ്ത്തി തന്നെ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗ്രൗട്ട് പുറത്ത് പോകാതിരിക്കാനുള്ള റെമഡീസ് എന്താണെന്ന് വെച്ചാൽ എടുക്കുക. പിന്നെ അതിനുശേഷം പ്രോപ്പറായിട്ട് വൈബ്രേഷൻ നടത്തുക. വൈബ്രേറ്റർ ഉപയോഗിച്ച് തന്നെ വൈബ്രേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ലെവൽ വെച്ചിട്ട് പ്രോപ്പറായിട്ട് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക.
പിന്നെ അതിനുശേഷം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ OPC സിമെൻ്റൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കോൺക്രീറ്റിൽ ചെറിയ ക്രാക്സ് വരാനുള്ള സാധ്യത വരും. നല്ല വെയിലുള്ള ദിവസമൊക്കെയാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്രാക്സ് വരാനുള്ള സാധ്യത വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളം നമ്മൾ തുടക്കത്തിൽ തന്നെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ, ഇപ്പോൾ ഇന്ന് കോൺക്രീറ്റ് ചെയ്തെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ തന്നെ ഒരു 6 മണിക്ക് മുന്നേ തന്നെ കഴിയുമെങ്കിൽ നമുക്ക് അതിനകത്ത് വെള്ളം പോണ്ടി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വെള്ളം പോണ്ടി നിർത്താൻ വേണ്ടിയിട്ടുള്ള ബണ്ടിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളും എല്ലാം കഴിവതും തലേദിവസം തന്നെ ചെയ്ത് ക്ലിയർ ചെയ്ത് വെക്കുക. ഇതാണ് നമ്മൾ കോൺക്രീറ്റിങ്ങിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ചിലപ്പോൾ ഈ ഡോക്ടർ ഫിക്സ് ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതെ, അഡ്മിക്സേഴ്സ് തീർച്ചയായിട്ടും ആഡ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് അഡ്മിക്സേഴ്സ് ആഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പ്ലിന്ത് ബീമിൽ ആഡ് ചെയ്യുന്ന സാധനം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ട സാധനങ്ങളായിരിക്കും പ്ലിന്ത് ബീമിൽ ആഡ് ചെയ്യുന്നത്. അതേപോലെ അത് റൈസിങ് ഡാമേജസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ റൂഫ് കോൺക്രീറ്റിങ്ങിൽ ആഡ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നതും ഇതേപോലെ വാട്ടർ പ്രൂഫിങ് കെമിക്കൽസ് നമ്മൾ ബാത്റൂമിൻ്റെ തട്ടുകളിൽ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും ടോപ്പിൽ റൂഫിൽ വരുന്ന കോൺക്രീറ്റിങ്ങിൽ ഉപയോഗിക്കാറുണ്ട്. വാട്ടർ പ്രൂഫിങ് കോമ്പോണൻറ്റും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് അത്രയും വാട്ടർ പ്രൂഫ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ചെയ്യുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഈ വാട്ടർ പ്രൂഫിങ് മെറ്റീരിയലോടൊപ്പം തന്നെ സ്ട്രെങ്ത് ഗെയിനിങ് കോംപ്ലിമെൻറ്റ്സ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്. അത് ഡിപ്പെൻസ്. M30 M35 പോലെയുള്ള മിക്സിലാണ് നമുക്ക് കോൺക്രീറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് സ്ട്രെങ്ത് ഗെയിനിങ് കമ്പോണൻസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്. സ്ട്രെങ്ത് ഗെയിനിങ് അഡ്മിക്സേഴ്സ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ ഫിക്സ് ഇതൊക്കെ ഫിക്സ് ഇതിനൊരു മെഷർമെൻ്റ് ഉണ്ടോ ഡോക്ടർ ഫിക്സിൻ്റെ? തീർച്ചയായിട്ടും ഉണ്ട്. അത് നമുക്ക് ഓരോ ബ്രാൻഡിനും ഓരോ രീതിക്കാണ് അതിനകത്ത് മെഷർമെൻറ്റ്സ് വരുന്നത്. ഇപ്പം ഡോക്ടർ ഫിക്സിൻ്റെതായിരിക്കത്തില്ല ഫോസ്ട്രോക്കിന് വരുന്നത്, ഫോസ്ട്രോക്കിൻ്റെതായിരിക്കത്തില്ല സിക്കിക്ക് വരുന്നത്. ഓരോ ബ്രാൻഡിനും ഓരോ രീതിക്കാണ് അവരത് ആഡ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇപ്പം നമ്മളൊരു വീട് വെച്ച് ഒരു 3 മാസം 4 മാസം കഴിയുമ്പോൾ തന്നെ വീടിലേക്ക് ലീക്കേജ് തുടങ്ങും. ടോയ്ലറ്റിൽ നിന്ന്, അതുപോലെ തന്നെ വോളാണോ ഉദ്ദേശിക്കുന്നത്? വോളിലാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. വോളിൻ്റെ എല്ലാ ഭാഗത്തും പൊട്ടി വരുന്ന കണ്ടത്. ഇത് നമ്മൾ വീടിൻ്റെ സ്ട്രക്ചർ വർക്ക് മുതൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഒഴിവാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇത് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഒരുപാട് കുറയ്ക്കാൻ പറ്റും. നമ്മൾ അതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്ലിന്ത് ബീം കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും അഡ്മിക്സർ ആഡ് ചെയ്ത് തന്നെ ചെയ്യുക. അതായത് വാട്ടർ പ്രൂഫിങ് അഡ്മിക്സർ. ഞാനിപ്പോൾ ഒരു ബ്രാൻഡ് പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഒരു വാട്ടർ പ്രൂഫിങ് അഡ്മിക്സർ ആഡ് ചെയ്ത് തന്നെ ചെയ്യുക. അതിനുശേഷം നമുക്ക് അത് എങ്ങനെ ആഡ് ചെയ്യുന്നത്? ഇവിടെ നമുക്കിപ്പോൾ ഒരു ബാഗ് സിമെന്റിന് 200 ml ആഡ് 200 ml എന്നുള്ള രീതിക്കുള്ള ലിക്വിഡ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ പല ബ്രാൻഡിനും അത് അവൈലബിൾ ആണ്. അപ്പോൾ അതിലേതെങ്കിലും ബ്രാൻഡ് ഉപയോഗിച്ച് അത് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ വാട്ടർ പ്രൂഫിങ് പ്ലിന്ത് ബീമിൽ തന്നെ ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്ലിന്ത് ബീമിൽ തന്നെ നമുക്ക് ടാർ കോട്ടിങ് അല്ലെങ്കിൽ ടാർ ഷീറ്റ് പോലുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് റൈസിങ് ഡാമേജസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് നമുക്ക് അവിടെ നിന്നും കിട്ടുകയും. അപ്പോൾ റൈസിങ് ഡാമേജ് പ്രൊട്ടക്ഷൻ നമുക്ക് ടാർ ഷീറ്റ് വഴിയായി അത് ആദ്യമേ തന്നെ നമ്മളതിനകത്ത് വാട്ടർ പ്രൂഫിങ് അഡ്മിക്സർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബ്ലോക്ക് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എംസാൻഡ് ഡബിൾ വാഷ് ചെയ്ത് ഡസ്റ്റ് ഇല്ലാത്ത എംസാൻഡ് ഉപയോഗിച്ച് തന്നെ ബ്ലോക്ക് വർക്ക് ചെയ്യുക. അപ്പോൾ അതോടൊപ്പം തന്നെ പ്ലാസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഗ്രൗട്ട് ഒഴിച്ചതിന് ശേഷം ഡസ്റ്റ് ഇല്ലാത്ത പീസാൻഡ് ഉപയോഗിച്ച് തന്നെ പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴത്തേക്കും ഒരു പരിധി വരെ അതേപോലെ തന്നെ ഈ ബാത്റൂം പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ പ്ലാസ്റ്ററിങ്ങിനകത്ത് നമുക്ക് വേണമെങ്കിൽ വാട്ടർ പ്രൂഫിങ് അഡ്മിക്സർ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കൂടി വരികയാണ്. അത് നമുക്ക് വെള്ളം പുറത്തേക്ക് വരുന്നത് മാക്സിമം നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് നമ്മളിത് ചെയ്തുകൊണ്ട് വരുന്നത്. അതിനുശേഷം മുന്നേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ടൈൽസിൻ്റെ ലേയിങ്ങും കാര്യങ്ങളും വരും. ഈ ടൈൽസ് ലേ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിതിനകത്ത് വീണ്ടും ഒരു ടോപ്പ് സീൽ പോലെയുള്ള സാധനങ്ങളുണ്ട്. അതായത് 2 കമ്പോണൻറ്റ് മെറ്റീരിയലാണ്. അത് മിക്സ് ചെയ്യുക, അതിനകത്ത് ബ്രഷിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ബ്രഷിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട, അതിനകത്ത് ഒരെണ്ണം വെർട്ടിക്കൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അടുത്തത് ഹൊറിസോണ്ടൽ അപ്ലൈ ചെയ്യുക. പിന്നെ ഇതെന്ത് സാധനം അപ്ലൈ ചെയ്താലും വോള് പക്ക ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. കഴിയുമെങ്കിലെന്നല്ല, വോള് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ, വാഷ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഈ വാട്ടർ പ്രൂഫിങ് കമ്പോണൻസ് എല്ലാം അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു വാട്ടർ പ്രൂഫിങ് കമ്പോണൻറ്റ് കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടി. അതിനുശേഷം നമുക്ക് ഈ ബാത്റൂമിനകത്തൊക്കെ നമ്മൾ ടൈൽസ് വരും. ഈ ടൈൽസ് വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എല്ലാ ഗ്യാപ്പും, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഗ്യാപ്പ്, ഈവൻ ഫ്ലോർ ആൻഡ് വോൾ ജോയിൻറ്റ്, എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ സ്പേസർ ഉപയോഗിച്ച് ടൈൽസ് ലേ ചെയ്യുക. ഈ സ്പേസർ ഉപയോഗിച്ച് ലേ ചെയ്തതിന് ശേഷം ഈ സ്പേസറിനുള്ളിൽ എപ്പോക്സി ഉപയോഗിച്ച് തന്നെ ഈ സാധനം ഫില്ല് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ സാധനങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ നമുക്ക് പ്ലംബിംഗ് ലൈനുകൾ ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് പ്രഷർ ചെക്ക്, പ്ലംബിംഗ് ലൈൻസിലുള്ള പ്രഷർ ചെക്ക് നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം ടൈൽസ് ഒട്ടിക്കുന്നതിന് മുൻപ് തന്നെ. എങ്കിൽ നമ്മൾ ഈ സാധനം നമുക്ക് ഏതാണ്ട് വാട്ടർ പ്രൂഫാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഇപ്പം ഈ
തുടക്കത്തിലാണെങ്കിൽ നമുക്കിങ്ങനെ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞല്ലോ. ഇനി തുടക്കത്തിലല്ല, വീട് വെച്ചതിന് ശേഷം ഇത് കണ്ടു കഴിഞ്ഞത് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കോസ് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനകത്ത് എന്താണോ കാരണം, ആ കാരണത്തിന് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഈ വെള്ളം വരുന്നതാണ് ഇതിനകത്തുള്ള കാരണം. അപ്പോൾ ഈ വെള്ളം എവിടെ നിന്നാണോ വരുന്നത് അതിനെ അറസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഇതിനകത്തുള്ള പ്ലംബിംഗ് ലൈൻസ് ചെക്ക് ചെയ്യുക. പ്ലംബിംഗ് ലൈനിൽ നിന്നാണോ വെള്ളം വരുന്നത്, അങ്ങനെയാണെങ്കിൽ അതിനെ അറസ്റ്റ് ചെയ്യുക. ടൈൽസിൻ്റെ ഇടയിൽ കൂടിയാണോ വെള്ളം വരുന്നത്, അതിനെ അറസ്റ്റ് ചെയ്യുക. റൈസിങ് ഡാമിനസ് ആണോ ഇഷ്യൂ, റൈസിങ് ഡാമിനസ് ആണ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വാട്ടർ പ്രൂഫിങ് മാത്രമേ അതിനകത്ത് നമുക്ക് വേറെ സൊല്യൂഷൻ ആയിട്ടുള്ളൂ. വേറെ സൊല്യൂഷൻ നമുക്ക് ഒന്നും വരുന്നില്ല അതിനകത്ത്. അപ്പോൾ ഇതാണ് നമുക്ക് അതിനകത്ത്. പിന്നെ വാട്ടർ പ്രൂഫിങ് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുമോ? വാട്ടർ പ്രൂഫിങ് ഉറപ്പായിട്ട് രണ്ടാമത്തെ ഫേസിലാണെങ്കിൽ, ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ വീടുകൾക്കാണെങ്കിലും വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു പരിധി വരെ നമുക്ക് ഇതിനെ അറസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഓക്കെ. അത് പിന്നെ ഇപ്പോൾ ഒരുപാട് വീടുകളിൽ ഈ ഒരു പ്രശ്നമുണ്ട്. അത് പുതിയ വീടുകൾക്ക് കൂടി പ്രശ്നം. നമ്മൾ ഒരു പുതിയ വീടുകൾക്കുള്ള ഒരു കോമൺ കംപ്ലൈൻ്റ് ആണ് ഈ സാധനം. എല്ലായിടത്തും ഉണ്ട്. ഒരു 3 മാസം പ്ലാസ്റ്റിക് ക്രാക്സും റൈസിങ് ഡാമിനസ് കൊണ്ടുണ്ടാവുന്ന മതിൽ പൊളിഞ്ഞിളകുന്ന പ്രശ്നങ്ങൾ, ഇതൊരു കോമൺ കംപ്ലൈൻ്റ് ആണ്. ബാത്റൂം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബാത്റൂം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ബാത്റൂം സങ്കൻ സ്ലാബ് ആക്കാൻ പറ്റുന്ന കേസാണെങ്കിൽ തീർച്ചയായിട്ടും സങ്കൻ സ്ലാബ് ആക്കുക തന്നെ ചെയ്യണം. സങ്കൻ സ്ലാബ് എന്ന് പറയുന്നത് 2 ടൈപ്പിൽ സങ്കൻ സ്ലാബ് ഉണ്ട്. നമ്മൾ സാധാരണ ഒരു ബാത്റൂമിലേക്ക് ഇറങ്ങുന്നത്, നമ്മൾ ബാത്റൂം ഏത് ടൈപ്പാണ്, ക്ലോസറ്റ് വെക്കുന്നത് ഏത് ടൈപ്പിലാണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം തീരുമാനിക്കണം. ആ തീരുമാനിച്ചതിന് ശേഷം ആയിരിക്കണം നമ്മൾ ബാത്റൂം എങ്ങനെ ഏത് ടൈപ്പിൽ സങ്കൻ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ചില ആൾക്കാരാണെങ്കിൽ ഫോൾ സീലിംഗ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ഫോൾ സീലിംഗ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7 സെൻറ്റിമീറ്റർ തൊട്ട് 10 സെൻറ്റിമീറ്റർ വരെ സ്ലാബ് താഴ്ത്തിയിട്ടാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലാബിൽ കോർ കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം ചില ക്ലയൻസിന് നമ്മൾ ഫോൾ സീലിംഗ് ഇഷ്ടമല്ല, അവർക്ക് ഫോൾ സീലിംഗ് പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെയുള്ള കേസുകളിൽ എല്ലാ സംഭവങ്ങളും, നമ്മൾ എല്ലാ വർക്കിങ്ങും, എല്ലാ പ്ലംബിംഗ് ലൈൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്ലാബിൻ്റെ മുകളിൽ തന്നെ പോകണം എന്നുള്ള കേസുകൾ വരും. അപ്പോൾ അങ്ങനത്തെ ആ കേസുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ സ്ലാബ് 30 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ എങ്കിലും സ്ലാബ് താഴ്ത്തി കാസ്റ്റ് ചെയ്യണം. അത് നമുക്ക് ചില സ്ഥലങ്ങൾ വരുമ്പോഴത്തേക്കും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഇപ്പോൾ ഹോളിൽ, മുകളിൽ ബാത്റൂമാണ്, താഴെ ഹോളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സങ്കൻ സ്ലാബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഇപ്പം ബാത്റൂമുമാണ് വരുന്നതെങ്കിൽ നമുക്ക് സങ്കൻ സ്ലാബ് ചെയ്യുന്നതിന് വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. നമ്മൾ സ്ലാബിന് ടോട്ടൽ ഹൈറ്റ് വരുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ കുറവ് കാണിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്ലാബ് ബാത്റൂമിൻ്റെ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് വാട്ടർ പ്രൂഫിങ് കമ്പോണൻറ്റ് ഉപയോഗിച്ച് തന്നെ കോൺക്രീറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ അതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പ്രോപ്പറായിട്ട് വൈബ്രേറ്റ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് നമ്മൾ ടൈൽസ് ഒട്ടിക്കുന്നതിന് മുന്നേ വാട്ടർ പ്രൂഫിങ് ചെയ്യണം. വാട്ടർ പ്രൂഫിങ് ചെയ്തതിന് ശേഷം വെള്ളം കെട്ടി നിർത്തി ലീക്കൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കും നമ്മൾ ടൈൽസ് ലേയിങ്ങിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കിച്ചൺ. കിച്ചൺ എല്ലാവരും ഇൻറ്റീരിയർ ചെയ്യാറുണ്ട്. അതെ. ഈ കിച്ചൺ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കിച്ചണിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും, പരമ്പരാഗത മെത്തേഡിൽ കിച്ചൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ കോൺക്രീറ്റ് സ്ലാബ് അടിക്കും. ഒരു കാരണവശാലും സ്ലാബ് അടിക്കരുത്. നമ്മൾ സ്ലാബിന് പകരം നമ്മൾ പ്രോപ്പറായിട്ട് ഫ്രെയിം ചെയ്തതിന് ശേഷം ഈ ഫ്രെയിമിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് വെച്ചാൽ മതി. ഇതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ബേസ് ക്യാബിനറ്റ്, കിച്ചണിൻ്റെ സ്ലാബിനടിയിലുള്ള ക്യാബിനറ്റ്, അതായത് ബേസ് ക്യാബിനറ്റ്, ഈ സാധനം ചെയ്യുമ്പോഴത്തേക്കും ഒരു 3 ഇഞ്ചെങ്കിലും നമുക്ക് കൂടുതൽ ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കിട്ടും. ഒരു കാരണവശാലും കിച്ചൺ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും സ്ലാബ് അടിക്കരുത്. സ്ലാബിന് പകരം ഗ്രാനൈറ്റ് സ്ലാബ് മാത്രമായിട്ട്, കോൺക്രീറ്റ് സ്ലാബ് ഒരു കാരണവശാലും അടിക്കരുത്. ഗ്രാനൈറ്റ് സ്ലാബ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്. പിന്നെ കിച്ചണിൻ്റെ ഹൈറ്റ്, സ്ലാബിൻ്റെ ഹൈറ്റിലേക്ക് കടക്കുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കുന്ന ആളുടെ ഇപ്പോൾ 85 മുതൽ 90 വരെയാണ്. അല്ലെങ്കിൽ ചില ആൾക്കാർ തീരെ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് 80 വരെയും ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. 80 മുതൽ 90 വരെയാണ് സ്ലാബ് ഹൈറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ബേസ് ക്യാബിനറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്, വെള്ളം നനഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമില്ലാത്ത സാധനങ്ങളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോഴത്തേക്കും നമുക്ക് മാർക്കറ്റിൽ WPC ഷീറ്റുകൾ എന്ന് പറയുന്ന സാധനം അവൈലബിൾ ആണ്. വുഡ് പാനൽ കോമ്പോസിഷൻ ഷീറ്റ്സ് എന്നാണ് ഇതിന് പറയുക. ആ സാധനം അവൈലബിൾ ആണ്. വെള്ളം നനഞ്ഞാലും കുഴപ്പമില്ല. അതൊരു പ്ലാസ്റ്റിക് ബോർഡാണ്. പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതിൽ ഡെൻസിറ്റി കൂടിയ ബോർഡുകൾ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഡെൻസിറ്റി കൂടിയ WPC ഷീറ്റുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും കിച്ചണിൻ്റെ ബേസ് ക്യാബിനറ്റ്സും കാര്യങ്ങളും ഏതാണ്ട് നമുക്ക് സേഫ് ആൻഡ് സെക്യൂറായി കിട്ടും. നമുക്ക്
പിന്നെ നമുക്ക് കിച്ചണിൽ കണ്ടുവരുന്ന ഒരു കോമൺ സാധനമാണ് ഈർപ്പം അടഞ്ഞിരുന്നിട്ട് അതിനുള്ളിൽ പാറ്റ വരിക അല്ലെങ്കിൽ അതിനുള്ളിൽ ഫംഗസ് വരിക എന്നുള്ള ഇഷ്യൂ. അപ്പോൾ നമ്മൾ കിച്ചൺ ബേസ് ക്യാബിനറ്റ്സിനകത്തെല്ലാം വെൻറ്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വെൻറ്റിലേഷനുള്ള ഗ്രിൽസ് ശരിക്കും നമുക്ക് കിട്ടാറുണ്ട്, മാർക്കറ്റിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. ആ സാധനം തന്നെ നമ്മൾ ഈ ഗ്രിൽസ് നമ്മൾ വാങ്ങിക്കുക, തുടക്കത്തിലെ തന്നെ കിച്ചണിൻ്റെ ഈ ഡോറുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ഈർപ്പത്തിൻ്റെ അതായത് അല്ലെങ്കിൽ എയർ സർക്കുലേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ ഫംഗസിൻ്റെ പ്രശ്നം നമുക്കൊരു പരിധിവരെ സോൾവ് ആയി കിട്ടാറ്. എയർ സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഫംഗസ് ഒക്കെ വരുന്നത്. തീർച്ചയായിട്ടും ഈ ഫംഗസും ഈ കോക്രോച്ച് അതായത് നമ്മൾ പാറ്റയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് ഈ എയർ സർക്കുലേഷൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ചെയ്യാറില്ല, പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ഈ ഗ്രിൽസും കൂടെ വെച്ച് കൊടുക്കാം. പൊതുവിൽ അങ്ങനെ ചെയ്യാറില്ല. ഗ്രിൽസും കൂടെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി പ്രശ്നം കുറഞ്ഞു വരാറുണ്ട്. എല്ലാ കിച്ചണിലും അവർ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നങ്ങളൊന്നാണ് ഈ പറഞ്ഞ കണക്ക് ഈ ഫംഗസിൻ്റെ പ്രശ്നം, പിന്നെ പാറ്റ. നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ചാനൽസ് നമ്മൾ പറയുമ്പോഴത്തേക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ചാനൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. സാധാരണ നമുക്ക് അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റേഞ്ച് വ്യത്യാസം എന്ന് പറയുന്നത് അതിനകത്തൊരു ഫാക്ടർ വരുന്നത്. ഒരു 300-400 രൂപയ്ക്ക് സാധാരണ 202-ൻ്റെ ചാനൽ കിട്ടും, അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ചാനൽ കിട്ടും. അപ്പോൾ അതേസമയം നമുക്ക് 10,000-3000 രൂപ കൊടുത്താലേ സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 സോഫ്റ്റ് ക്ലോസ് ഒക്കെ കിട്ടത്തുള്ളൂ. അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു കിച്ചണിൽ തന്നെ നമുക്ക് 10-15 ചാനൽസ് വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞ സാധനം ക്വിക്കായിട്ടങ്ങ് മാറും. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാരും 202 ഉപയോഗിച്ച് ചെയ്യും, ഡ്യൂറബിലിറ്റി കിട്ടത്തില്ല അതിന്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും ഡ്യൂറബിലിറ്റി കിട്ടത്തില്ല. നമ്മൾ 304 ഉപയോഗിച്ച് തന്നെ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ മറൈൻ പ്ലൈവുഡ് ഉപയോഗിച്ചിട്ട് കിച്ചൺ കബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ മറൈൻ പ്ലൈവുഡ് ഉപയോഗിച്ച് കിച്ചൺ ചെയ്യുന്നതിന് വേറെ പ്രോബ്ലം ഇല്ല. പക്ഷേ മറൈൻ പ്ലൈയും നമുക്ക് കാലക്രമത്തിൽ നനയുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് ഷീറ്റ് ആണെങ്കിൽ നനയുമ്പോഴത്തേക്കും ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കാൻ. പക്ഷേ മറൈൻ പ്ലൈക്കുള്ളൊരു അഡ്വാൻറ്റേജ് ഇതിനകത്തുണ്ട്. മറൈൻ പ്ലൈക്ക് സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. അതേസമയം WPC ഷീറ്റുകൾക്ക് സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കമ്പാരിറ്റീവ്ലി മറൈൻ പ്ലൈയുമായിട്ട് കുറവാണ്. അതാണ് അതിനകത്ത് വരുന്ന ഡ്രോബാക്ക്. ഞാൻ ചോദിച്ച കാര്യം പറഞ്ഞാൽ പലരും ഡ്യൂറബിലിറ്റി പറയുന്നത് മറൈൻ പ്ലൈവുഡ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നനഞ്ഞാലൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണോ? നമുക്ക് വെള്ളം നനഞ്ഞാൽ പ്രശ്നമില്ല. സ്ഥിരമായിട്ട് വെള്ളം നനഞ്ഞാൽ ഏത് സാധനം, ഈവൻ നമ്മൾ തടി ഉപയോഗിച്ച് ചെയ്താൽ പോലും സ്ഥിരമായിട്ട് വെള്ളം നനയുകയാണെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. അതൊരിക്കലും പ്രശ്നമില്ലാതിരിക്കുന്നില്ല. പിന്നെ ഇതിനകത്തൊക്കെ പ്രശ്നത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കൊണ്ടുവരാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. മറൈൻ പ്ലൈയുടെ മേലെ നമ്മൾ ലാമിനേറ്റ് ഒട്ടിച്ചാണ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് വെള്ളം നനയുന്നൊന്നും കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാമിനേറ്റ് പീൽ ഓഫ് ആവാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. നമ്മൾ ഒരു കിച്ചൺ ഇൻറ്റീരിയർ ചെയ്യുമ്പം ആദ്യം വ്യക്തമായ ധാരണ ഉണ്ടാവണം. ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കണം, എന്ത് കോസ്റ്റിലുള്ള സാധനമായിരിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കോൺക്രീറ്റ് സ്ലാബ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറഞ്ഞില്ല. ഈ സ്ലാബ് കിട്ടുന്നതിനേക്കാൾ ലാഭം, സാമ്പത്തികമായിട്ട് ലാഭം മറ്റും ചെയ്യുന്നതായിരിക്കത്തില്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഫ്രെയിം എന്തായാലും ബേസ് ക്യാബിനറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രെയിം ചെയ്യുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും അതിനകത്ത് ലാഭവും ക്വാളിറ്റിയും കാണാനുള്ള ലുക്ക് വൈസ് ആണെങ്കിലും നമ്മൾ എഫിഷ്യൻസി വൈസ് ആണെങ്കിലും അതായത് യൂട്ടിലിറ്റി വൈസ് ആണെങ്കിലും നമുക്ക് കുറച്ചും കൂടെ നല്ലത് സ്ലാബിൽ ചെയ്യുന്നത് തന്നെയാണ്. അതായത് ഗ്രാനൈറ്റ് സ്ലാബിൽ മാത്രമായിട്ട് കോൺക്രീറ്റ് ചെയ്യാതെ ഗ്രാനൈറ്റ് സ്ലാബിൽ ഫ്രെയിം ചെയ്ത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എപ്പോഴും നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ സമീപിക്കണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലത്തെ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഒരു എൻജിനീയർക്കോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആർക്കിടെക്റ്റിനോ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നത്. ആ സമയത്ത് ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് ലോങ് ലൈഫ് ഭയങ്കര നഷ്ടം ഉണ്ടാക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇതൊരു അല്പ ലാഭം നമ്മൾ നോക്കി പോകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് വരുന്ന മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിരിക്കും. ഇപ്പോൾ ഒരു വീട് വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ കാണാറുള്ള ഈ ബഡ്ജറ്റിങ്ങിൽ വരുന്ന കോമൺ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? അതെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇൻകം നോക്കി ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുന്നതിന് പകരം ഇമോഷൻസ് നോക്കി ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ വരുന്നത് ഒരു വലിയ മിസ്റ്റേക്ക് തന്നെയായിരിക്കും. നമ്മൾ അടുത്തുള്ളവരെന്തുണ്ട് എന്നുള്ളതിനെ പറ്റി, അല്ലെങ്കിൽ അടുത്തുള്ളവരുടെ വീട് അങ്ങനെയാണ്, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളുടെ വീട് അങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമുക്ക് എന്തുണ്ട്, നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് എന്താണ്, നമുക്ക് ലോൺ എങ്ങനെ അടഞ്ഞു പോകും, അല്ലെങ്കിൽ നമുക്ക് ലോൺ ഇല്ലാതെ എങ്ങനെ ചെയ്തു തീർക്കാം എന്നുള്ളതിനെ പറ്റി ആലോചിക്കുക. അതനുസരിച്ച് ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുക. ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും നമ്മളെ നെയ്ബേഴ്സിനെ നോക്കി കാര്യങ്ങൾ തീരുമാനിക്കരുത്. നമ്മളെ നെയ്ബേഴ്സിന് എന്തുണ്ട് എന്തില്ല അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, നമ്മൾ അങ്ങോട്ടേക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മളെ ഇമോഷൻസിനെ പറ്റിയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ബഡ്ജറ്റിനെ പറ്റി ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മളെ ഇൻകത്തിനെ പറ്റി ചിന്തിക്കുക. നമുക്ക് എന്ത് ഇൻകം ഉണ്ടോ അതനുസരിച്ച് നമ്മൾ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ കടക്കണിയിലേക്ക് പോവാതെ നമ്മൾ രക്ഷപ്പെടും. 20 വർഷമായി ബോൺ ബിൽഡേഴ്സ് ആൻഡ് കൺസൾട്ടൻറ്റ് ഇന്ന് ട്രിവാൻഡ്രത്ത് വന്നിട്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾ കൊടുക്കുന്ന അഷുറൻസ് എന്താണ്?
ഞങ്ങൾ ട്രസ്റ്റ്, ക്വാളിറ്റി, സർവീസ് ഇത് മൂന്നുമാണ് ഞങ്ങൾ മെയിനായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്. ആര് വന്നാലും ഞങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് ഇതാണ്. നമ്മൾ ട്രസ്റ്റ് എന്ന് പറയുന്ന വിശ്വാസം. ഞങ്ങൾ എന്താണോ പറയുന്നത് അത് ഞങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി, ഞങ്ങൾ എന്ത് ക്വാളിറ്റിയാണോ ഞങ്ങൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ആ ക്വാളിറ്റിയിൽ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത സർവീസ്. സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വീട് നമ്മൾ തുടക്കത്തിൽ ചെയ്യാനായിട്ട് ഒരാൾ വന്ന് നമ്മളോട് സംസാരിക്കുന്നു. നമ്മൾ ഈ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ അവർക്ക് താൽക്കോൽ കൊടുത്തതിന് ശേഷം, കീ ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം നമുക്ക് അവരോട് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്ത് സന്തോഷത്തോടെ ഞങ്ങൾ പോയിട്ട് വരട്ടെ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് ഞങ്ങൾക്ക് സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവണം. ആ സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്വിച്ച് അല്ലെങ്കിൽ നമ്മളെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങൾ, ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതേപോലത്തെ കുറേ സാധനങ്ങൾ നമ്മുടെ വീടുകളിൽ വരാറുണ്ട്. അപ്പോൾ ഇതൊരിക്കലും ഞാനോ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയോ ഉണ്ടാക്കുന്ന സാധനങ്ങളല്ല. അപ്പോൾ ഇതിനകത്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഇതിൽ കൊടുക്കുന്ന സർവീസ് ഇത് ഞങ്ങൾ പ്രോപ്പറായിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് ഒരു പാർട്ടിയെ സംബന്ധിച്ച് അവർ നോക്കുമ്പോഴത്തേക്കും അവർ ഇത്രയും കാശ് മുടക്കി വീട് വെച്ചു, പെട്ടെന്ന് ഹെൽത്ത് ഫോസറ്റ് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടനെ ഓടിപ്പോകുന്നു, ഞങ്ങൾ ആ സാധനം മാറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. അപ്പോഴത്തേക്ക് നമ്മുടെ സർവീസ് ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ക്ലിയർ ചെയ്ത് പോകാറുണ്ട്. ഇതാണ്, അതായത് നമ്മൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ട്രസ്റ്റ്, ക്വാളിറ്റി ആൻഡ് സർവീസ് ഇത് മൂന്നുമാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിച്ച് പോകുന്നത്. അതായത് ഒരു വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഫ്റ്റർ സർവീസ് അവർക്ക് കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും ആഫ്റ്റർ സർവീസിലാണ് ഒരാളുടെ വിജയം. നമുക്ക് എപ്പോഴും അടുത്തൊരു വർക്ക് വരേണ്ടത് ഇവരുടെ കയ്യിൽ നിന്ന്, ഇവർ പറഞ്ഞിട്ടാണ് നമുക്കൊരു വർക്ക് വരേണ്ടത്. അപ്പോൾ സർവീസ് പ്രോംപ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അടുത്ത ഒരു വർക്ക് നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ ഈ 20 വർഷമായി നിങ്ങൾ കൺസ്ട്രക്ഷൻ മേഖല എത്തിയെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ വ്യക്തിമുദ്ര പതിപ്പിച്ച മേഖലകൾ ഏതൊക്കെയാണ്? ഞങ്ങൾ 20 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. നമ്മളിതിനെ ബ്രോഡായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് റെസിഡൻഷ്യൽ ബിൽഡിംഗ്, കൊമേഴ്സ്യൽ ബിൽഡിംഗ്, റിനോവേഷൻ, ഇൻറ്റീരിയർ വർക്ക്സ്, ഇത് കൂടാതെ തന്നെ അല്ലാതെ സിവിൽ കൺസ്ട്രക്ഷൻ വർക്ക്സ്, കോമ്പൗണ്ട് വാൾ വർക്ക്, റീറ്റെയിനിങ് വാൾ വർക്ക്, അതുപോലെ മറ്റ് സിവിൽ വർക്ക്സ്, ഇപ്പം മെഷീൻ ഫൗണ്ടേഷൻ, പിന്നെ കൺസൾട്ടൻസി വർക്ക്സ്, ഈ മേഖലകളിലെല്ലാം ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ തന്നെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്ക് ധാരാളമുണ്ട്. നിങ്ങൾ കൺസൾട്ടിങ് ചെയ്യുന്ന പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ചില വീടുകൾ വെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ് ചെയ്യുന്നത് വേറൊരു ടീമായിരിക്കും, പക്ഷേ അതിൻ്റെ കൺസൾട്ടിങ് എല്ലാം നിങ്ങളായിരിക്കും. അതാണോ ഉദ്ദേശിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് വേണ്ട പ്ലാന്, എലിവേഷൻ, ഇലക്ട്രിക്കൽ ഡ്രോയിങ്, പ്ലംബിംഗ് ഡ്രോയിങ്, 3D ഡിസൈൻ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. അവർക്കുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾ ചെയ്തു കൊടുക്കും? തീർച്ചയായും. അത് സാധാരണ കൺസൾട്ടിങ് ഇൻക്ലൂഡിങ് സൂപ്പർവിഷൻ ഉൾപ്പെടെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെ. നമ്മൾ വീട്ടിലേക്ക് ഒരു ഫ്യൂച്ചർ എക്സ്പാൻഷൻ കൂടെ പ്ലാൻ ചെയ്യാറുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ കൺസിഡർ ചെയ്യുന്നു? നമ്മൾ ഫ്യൂച്ചർ എക്സ്പാൻഷനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പ്രോപ്പറായിട്ട് നമുക്ക് എൻഡ് റിസൾട്ട് എന്താണോ വേണ്ടത് അതിനെപ്പറ്റി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് എത്ര റൂം വേണം, അല്ലെങ്കിൽ എത്ര ബാത്റൂം വേണം, നമ്മുടെ ഡൈനിങ് സ്പേസ് അല്ലെങ്കിൽ ഹോൾ ഏരിയ എത്ര വേണം, നമുക്ക് യൂട്ടിലിറ്റി ഏരിയ എന്തൊക്കെ വേണം എന്നുള്ളതിനെപ്പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവുക. അത് നമ്മൾ തുടക്കത്തിലേ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക. നമുക്ക് ചിലപ്പോൾ മേ ബി ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ പകുതി മാത്രമേ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാകത്തുള്ളൂ. നമ്മൾ ഫ്യൂച്ചറിൽ നമുക്ക് എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിനുള്ള ഹോം വർക്ക് നമ്മൾ മുന്നേ ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് മുകളിൽ ഒരു 2 മുറിയും കൂടെ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ വേണ്ട ബീമുകളും കാര്യങ്ങളും എല്ലാം താഴത്തെ റൂഫ് കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത് കൂടെ ചെയ്തു പോവുക. അതിന് നമുക്ക് ഒരു ചെറിയ എക്സ്പെൻസിൻ്റെ വ്യത്യാസമേ വരത്തുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ എക്സ്പാൻഷൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നമുക്ക് അഡീഷണൽ കോസ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്തു പോകാനും പറ്റും. നമ്മൾ എപ്പോഴും ഇൻറ്റീരിയർ പ്ലാൻ ഉൾപ്പെടെ നമുക്ക് ഫ്യൂച്ചറിൽ എന്താണോ വേണ്ടത് നമ്മൾ ആ സാധനം പ്ലാൻ ചെയ്ത് വെക്കുക. ബഡ്ജറ്റ് അനുസരിച്ചിട്ട് സാവധാനം എക്സിക്യൂട്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു വർഷം കൊണ്ട് നമ്മളൊരു വീട് വെച്ച് തീർക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് കരുതുക. ചിലപ്പോൾ അത് ഈ ഒരു വർഷം എന്നുള്ളത് നീണ്ടു പോവുകയാണെങ്കിൽ, ഒരു 4 മാസം 5 മാസം നീണ്ടു പോവുകയാണെങ്കിൽ അത് വീട്ടുടമസ്ഥനും അതുപോലെ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്കും ഒരുപാട് ലോസ് ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാകും. ഇത് നമുക്ക് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇത് നല്ലൊരു ചോദ്യമാണ് ഇപ്പോൾ ഈ ചോദിച്ചിരിക്കുന്നത്. അതായത് പല കമ്പനികളും ഫേസ് ചെയ്യുന്ന പ്രശ്നവുമാണ്, പല കമ്പനികളും പല ക്ലയൻസും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് പറയാം. നമ്മൾ ഒരു ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ ഒരു ഷെഡ്യൂൾ ആദ്യം ഉണ്ടാക്കും. ടോട്ടൽ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പ് ടു ബോട്ടം എല്ലാ കാര്യങ്ങളും വെച്ചൊരു ഷെഡ്യൂൾ ഉണ്ടാക്കും. അതിനുശേഷം നമ്മൾ വീക്കിലി ഷെഡ്യൂൾ ഉണ്ടാക്കും. വീക്കിലി ഷെഡ്യൂൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഡെയിലി ട്രാക്കിങ്ങും ചെയ്യും. ഇത് മൂന്നും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് വലിയ ഡിലേയോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. നമ്മളിങ്ങനെ ഡെയിലി ട്രാക്കിംഗ് ഉൾപ്പെടെ വെക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രോപ്പർ സമയത്ത് തന്നെ നടത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു വലിയ ഡിലേ ഇല്ലാത്ത രീതിക്ക് നമുക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനായിട്ട് കഴിയും. ഇപ്പം ഒരു വിഭാഗം ആളുകൾ
വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് ഈ സൈറ്റിൽ എത്തിപ്പെടാൻ പറ്റത്തില്ല, അവർ NRIs ആണെന്ന് കുട്ടികൾ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റും? ഞങ്ങൾക്ക് ആക്ച്വലി NRI ക്ലയൻസ് ഞങ്ങൾക്കിപ്പം NRI ക്ലയൻസിൻ്റെ വർക്ക് ഞങ്ങൾക്ക് നടക്കുന്നുണ്ട്. ഞങ്ങൾ അവരുടെ സൈറ്റുകളിൽ ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന മെത്തേഡ് ഞങ്ങൾ പറയാം. നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് എഞ്ചിനീയർ, ഞങ്ങൾ, ഓണർക്ക് വേണ്ട വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും പേരും കൂടെ ചേർന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ടോപ്പ് ടു ബോട്ടം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുന്നു, ഇൻക്ലൂഡിങ് വീഡിയോസ്. അപ്പോൾ അത് അവർക്കൊരു റെഫറൻസ് വീഡിയോ ആക്കി തന്നെ വെക്കുകയും ചെയ്യും. അവർക്കൊരു ക്ലൗഡ് സ്റ്റോറേജ് ആക്കി അവർക്കത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോലും അവർക്ക് വെക്കാൻ പറ്റുന്ന രീതിക്ക് വീഡിയോസും കാര്യങ്ങളും ഞങ്ങൾ അവർക്ക് എല്ലാ വർക്കിൻ്റെയും ഡീറ്റെയിൽഡായിട്ട് അയച്ചു കൊടുക്കാറുണ്ട്. ഇതോടൊപ്പം തന്നെ ക്യാമറ നമ്മൾ സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആക്സസും ഞങ്ങൾ NRI ക്ലയൻസിന് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുവഴിയും അവർക്ക് മറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ ഇന്ന് എത്ര പേര് വന്നിട്ടുണ്ട്, പിന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് ക്യാമറയിലൂടെ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ ഡെയിലി രാവിലെയും വൈകിട്ടും വീഡിയോസ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അത് കൂടാതെ തന്നെ ക്യാമറയിൽ കൂടെ അവർക്ക് കാണാൻ പറ്റുന്നത് അവർക്ക് നേരിട്ട് തന്നെ കാണാനും പറ്റും. ഇങ്ങനെയാണ് നമ്മൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. സാധാരണ ആളുകൾ വീട് വയ്ക്കുമ്പോൾ ഉണ്ടാക്കുന്ന 2 മിസ്റ്റേക്കുകൾ ഒന്ന് പറയാമോ? നമ്മൾ സാധാരണയായിട്ട് ആൾക്കാർ ചെയ്തു വരുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു 2 മിസ്റ്റേക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിൽ ഓടി വരുന്നതെന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാതെ വർക്ക് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോഴത്തേക്കും വർക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ നിന്നു പോകും. അങ്ങനെ വരുമ്പോഴത്തേക്കും ബിൽഡിംഗ് ഇങ്ങനെ കിടന്ന് മഴയും നനഞ്ഞ് വെള്ളവും നനഞ്ഞ് ഇതിങ്ങനെ നശിച്ചു പോകുന്നൊരു സാഹചര്യം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതൊരു മിസ്റ്റേക്കാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമുക്ക് എൻഡ് വരെയുള്ള ഒരു പ്ലാൻ ഇല്ലാതെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഭാവിയിൽ ഇപ്പോൾ നമ്മൾ തുടക്കത്തിലൊരു ഫേസിൽ ചെയ്ത് നിർത്തി, പിന്നീട് ഭാവിയിൽ നമുക്ക് ഇൻറ്റീരിയർ വർക്കും മറ്റുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് റീവർക്കും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോഴത്തേക്കും ഒരു പ്രോപ്പർ പ്ലാനോടുകൂടി ആദ്യമേ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊന്നും നമുക്കിത് വരത്തില്ല. സോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ടോട്ടൽ പ്ലാനോടുകൂടി വർക്ക് തുടങ്ങുക, ഫിനാൻഷ്യൽ പ്ലാനിങ്ങും പ്രോപ്പറായിട്ടുണ്ടായിരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഒരുപാട് വീടിൻ്റെ പ്ലാൻ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു ഇൻസ്റ്റൻ്റായിട്ടുള്ള പ്ലാൻ എടുത്ത് വീട് വയ്ക്കുന്നതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ AI പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ്. അത് ഒരു പരിധി വരെ നമുക്കത് വർക്കൗട്ട് ആവുക തന്നെ ചെയ്യും. പക്ഷേ നമുക്കതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബിൽഡിങ്ങിൽ നമ്മുടെ പ്ലോട്ടിന് അനുയോജ്യമായിട്ടുള്ള, നമ്മുടെ പ്ലോട്ടിൻ്റെ അളവുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഷേപ്പോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് അതിൽ നിന്ന് നോക്കിയെടുക്കുന്നതിന് തെറ്റില്ല. പക്ഷേ നമുക്ക് ഒരു ഡിസൈനറിനെ കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും മറ്റു കാര്യങ്ങളും അതിനകത്ത് നിന്ന് എടുത്തതിന് ശേഷം ഒരു ഡിസൈനറിനെ കൊണ്ട് പ്രോപ്പറായിട്ട് നമ്മളെ ബിൽഡിംഗ്, കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾ അനുസരിച്ചിട്ട് സെറ്റ് ബാക്കുകൾ വിടേണ്ടതൊക്കെ വിട്ട് നമുക്ക് അതിനുള്ളിൽ എത്ര ഏരിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അത് നമ്മളെ പ്ലോട്ടിൻ്റെ ഡയമെൻഷൻ അനുസരിച്ചിട്ട് അതിനെ വരച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഓപ്പൺ കിച്ചൺ. ഈ ഓപ്പൺ കിച്ചനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ഓപ്പൺ കിച്ചനെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലാണ് അതിനകത്ത് ഫാക്ടറായിട്ട് വരുന്നത്. ഇപ്പം വെസ്റ്റേൺ സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് വളരെ സ്യൂട്ടായിരിക്കും. അതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരുപാട് സ്മെല്ല് വരുന്ന രീതിക്കുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അവർ ക്വിക്കായിട്ട് ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളോ ഉണ്ടാക്കുന്നു, അവരത് കഴിക്കുന്നു, പോകുന്നു. അതേസമയം നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരാൾക്കാരെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഓപ്പൺ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലും ഭക്ഷണമൊക്കെ പാകം ചെയ്യുമ്പോഴത്തേക്കും വീട് മുഴുവൻ സ്മെല്ല് വരുന്ന രീതിയിലേക്ക് ഇത് മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതൊരിക്കലും അത് സ്യൂട്ടാവത്തുമില്ല. അപ്പം കേസ് ടു കേസ് അത് മാറിക്കൊണ്ടിരിക്കും. ഓപ്പൺ കിച്ചൺ നല്ലതാണോ അഴുക്കിയാണോ എന്നുള്ളതല്ല, അത് ഓരോ വ്യക്തിഗതമാണ്. അത് ഓരോ വ്യക്തിക്കും, ചില വ്യക്തികൾക്ക് അത് സ്യൂട്ടാവും, ചില വ്യക്തികൾക്ക് അത് സ്യൂട്ടാവത്തില്ല. അത് ഓരോ അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചാണ് നമ്മൾ താല്പര്യത്തിനനുസരിച്ച് തീരുമാനിക്കണം. അതെ, തീർച്ചയായിട്ടും. ഒരു വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ടീമുമായിട്ട് ബന്ധപ്പെടുന്നതാണ് നല്ലത്. ഞങ്ങൾ ബോൺ ബിൽഡേഴ്സ് ആൻഡ് കൺസൾട്ടൻസ്, ഞങ്ങളെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്കുള്ള എന്ത് ക്വയറീസും എന്ത് വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് അസ്. അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത്. നിങ്ങളൊരു വീട് വയ്ക്കുകയാണെങ്കിൽ, വീട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്നമാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ വലിയൊരു തുക ബഡ്ജറ്റ് നമ്മൾ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ചിലവാക്കുന്ന പൈസ എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഏറ്റവും നല്ലൊരു കൺസ്ട്രക്ഷൻ ടീമുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ വീടിൻ്റെ പണി ആരംഭിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.